التقى يا الله وبمعمر وبأرقم وبثابت وبنوفل قيس عمير ثابت وبثابت ويزيدهم خبابهم رضي الله عنهم وثبتنا بهم يا الله وبأخنس وبثعلبا وكذا ببسبسة وبشر ثعلبا وبجابر وباب مثابا ولالي عنهم وصححنا بهم الله وبهاتب وبهارث وبخالد وبهارث وبهمزة وبرافع وبرث وبسعد سفيانهم رضي الله عنهم وباركنا بهم يا الله معين عيمان أبي مرثد معبد معاذ وأبي سرمتك بن معبد رضي الله عنهم وآمين بهم يا الله. പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി യുവ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട കാരണവന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ അനുഗ്രഹീതമായ ഈ പുണ്യമായ റമളാനിൽ അതിൽ ആകെ പത്തിലേക്ക് ഈ സമയത്ത് അല്ലാഹു അവന്റെ റഹ്മത്ത് കൊണ്ട്, അവന്റെ കാരുണ്യം കൊണ്ട് പടച്ച റബ്ബ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. പുണ്യമായ റമളാനിൽ ആദ്യത്തെ ദിവസങ്ങൾ റഹ്മത്തിന്റെ 10 നമ്മോട് യാത്ര പറയുന്നതിന് മുമ്പ് ദുനിയാവിൽ നമ്മുടെ കുടുംബങ്ങൾക്കും മരണപ്പെട്ടു. അല്ലാഹു അവന്റെ ഋണാക്കളെ പ്രത്യേകിച്ച് മുത്തന സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട്, അല്ലാഹുവിന്റെ കാരുണ്യത്തോടെ വന്നിരുന്ന് കേൾക്കൊപ്പം ഇതേ സമയത്ത് തന്നെ ഇന്റർനെറ്റിലൂടെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ വിവിധ മേഖലകളിൽ നാട്ടിലും വിദേശങ്ങളിലുമൊക്കെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാർ, നമ്മുടെയും അവരുടെയും അതേപോലെ ദുആ കേൾപ്പിച്ചവർ, അവരുടെയും എല്ലാ ഉദ്ദേശങ്ങളും മുറാദുകളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹാസലാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ. മത്സരം ആരോട് എന്നതാണ് ഇന്നത്തെ വിഷയം. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിജയിക്കാനും പഠിപ്പിച്ചു. അതിൽ ഏറ്റവും പ്രധാനമാണ് വിജയിക്കാനും അവനെ പരാജയപ്പെടുത്താനും സത്യവിശ്വാസികൾക്ക് സാധിക്കണം. മറ്റൊന്ന്, ഏറ്റവും വലിയ ശക്തമായ ഒരു മത്സരം, ശത്രുക്കൾക്കെതിരെയുള്ള പടയോട്ടം, അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് അതേ
അതാണ് നബിയെ ജിഹാദുൻ നഫ്സ്, സ്വന്തത്തോടുള്ള ജിഹാദ്. നാം ജയിക്കേണ്ടതും മത്സരിക്കേണ്ടതും ആദ്യമായി നമ്മോട് തന്നെയാണ്, നമ്മുടെ ഇച്ഛകളോടാണ്, നമ്മുടെ താൽപര്യങ്ങളോടാണ്, നമ്മുടെ ശരീരത്തിന്റെ ആഗ്രഹങ്ങളോടാണ്, നമ്മുടെ ശരാര വഴികളാണ്. അതിൽ ഏറ്റവും പ്രധാനം പറഞ്ഞു, നിങ്ങളുടെ രക്തം കത്തിച്ചൂടാക്കി, നിങ്ങളുടെ രക്തം തിളപ്പിച്ച് നിങ്ങളെ ഒരു മാരകമായ രോഗത്തിലേക്ക് പിശാച് കൊണ്ടുപോകും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദേഷ്യം എന്ന ഒരു മാരകമായ രോഗം ദേശത്തെ കെടുത്തിക്കളയുക, നമ്മുടെ ദേശത്തെ കെടുത്തിക്കളയുക, അത് നമ്മോടുള്ള മത്സരമാണ്, പിശാചുള്ള ഫലമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ ഗുസ്തിക്കാരൻ, ഏറ്റവും വലിയ മല്ലൻ, ഏറ്റവും ആഴമുള്ള, മറ്റൊരു മലയടിവനല്ല, ഗുസ്തിക്ക് പോകുന്നവനല്ല, അവരെ പരാജയപ്പെടുത്തുന്നവനല്ല. സ്വന്തത്തെ പിടിച്ചുകെട്ടാൻ, സ്വന്തം ദേശത്തെ പിടിച്ചുകെട്ടാൻ കഴിവുള്ളവരാണ് ഏറ്റവും നല്ല ഗുസ്തിക്കാരൻ, ഏറ്റവും നല്ല ആരോഗ്യവാൻ, ഏറ്റവും നല്ല മല്ലൻ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ കലമ ഗൈലഹു, ആരെങ്കിലും പതഞ്ഞു പൊങ്ങുന്ന സ്വന്തം ദേശത്തെ കോപത്തെ, പകയെ ഒരാൾക്ക് പിടിച്ചുകെട്ടാൻ കഴിഞ്ഞാൽ, മലഅഹുല്ലാഹു അംനം വ ഈമാന, അവനല്ലാഹു അംനും ഈമാനും നിറച്ചുകൊടുക്കും. അവന് നിർഭയത്വം അവന് നിറച്ചുകൊടുക്കും, അവന് ഈമാനിനെയും അല്ലാഹു നിറച്ചുകൊടുക്കും. ദുനിയാവിലും ആഖിറത്തിലും നിർഭയത്വം ലഭിക്കാൻ, നമുക്ക് ഈമാൻ ലഭിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു വഴിയാണ് നമ്മുടെ ദേശത്തെ, നമ്മുടെ കോപത്തെ പിടിച്ചുകെട്ടാൻ കഴിയണം. മറ്റൊരു ഹദീസിൽ കാണാം, മൻ കലമ വൈലഹു വഹുവ ഖാദിറുൻ അലാ അൻ യുൻഫിദഹു ദഅാഹു അല്ലാഹു അലാ റൂസിൽ ഖലായിഖ് യൗമൽ ഖിയാമ ഹത്താ യുഖ്ബിറഹു ഫി അയ്യിൽ ഹൂരി ശാഅ. നാളെ പരലോകത്ത് രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല കോടാനുകോടി ജനങ്ങൾക്കിടയിൽ ചില ആളുകളെ വിളിക്കും. എന്നിട്ട് പറയും, ഇതാ സുന്ദരിമാർ, ഏറ്റവും സുന്ദരിമാരായ ഹൂറികൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ തെരഞ്ഞെടുത്തോളൂ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആരെയാണ്? അതില്ലാത്ത ഒരു അഭിമാനമാണല്ലോ പടച്ച റബ്ബ് പ്രത്യേകമായി കോടിക്കണക്കിന് ജനങ്ങൾക്കിടയിൽ നിന്ന് ആളുകൾ വിളിച്ചുകൊണ്ട് സുന്ദരിമാരെ കാണിച്ചു കൊടുത്ത് ഇഷ്ടമുള്ളവരെ തെരഞ്ഞെടുത്തോളൂ. അതാരാണ്? അൽ കാളിമീനൽ ഗൈൽ, ദേശത്തെ പിടിച്ചുകെട്ടാൻ കഴിവുള്ളവർ. പുണ്യമായ റമദാനിൽ നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിശീലനമാണത്. റമദാൻ മാസം കൊണ്ട് നമുക്ക് നേടിയെടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു നേട്ടം, നമ്മുടെ പക, നമ്മുടെ ദേശം, നമ്മുടെ കോപം, അതിനെ നിയന്ത്രിക്കാൻ കഴിയണം എന്നുള്ളതാണ്. ഉസ്താദ് മൈക്ക് പോയിട്ട് DC ആയിട്ടാ. ഉസ്താദ് അസ്സലാമു അലൈക്കും, കേൾക്കുന്നുണ്ടോ? ഞാൻ പറയണ കേൾക്കുന്നുണ്ടോ? ഹലോ സഹോദരങ്ങൾ, കേൾക്കുന്നുണ്ടോ? ഉസ്താദ് DC ആയിട്ടുണ്ട്, ഒന്ന് റൈസാൻഡ് ചെയ്യാ ഉസ്താദ്. അല്ലാഹ്
ഉസ്താദ് കേൾക്കുന്നുണ്ട്. ഒന്ന് ആരെങ്കിലും അഡ്മിന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ബോൺസ് ചെയ്ത് ഇതാക്കിയാലും ശരിയായിരിക്കും. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഉസ്താദ് വരുന്നവരെ ആരെങ്കിലുമൊക്കെ ഉസ്താദന്മാരുണ്ടെങ്കിൽ ഒന്ന് റൈസാൻഡ് ചെയ്ത് വരണം. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇപ്പോ എത്തും. ഒരു മിനിറ്റിനുള്ളിൽ ഉസ്താദ് എത്തും ഇൻഷാ അല്ലാഹ്. എന്തായാലും ഈ പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസത്തിലെ ആദ്യത്തെ 10 ആണെന്ന്. അള്ളാഹു നമുക്കിത് കേട്ടിരിക്കാനും ആ കേട്ടതുപോലെ പ്രവർത്തിക്കാനും നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് ഉസ്താദ് ഇപ്പോൾ എത്തും എന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ഇപ്പോൾ എത്തും ഇൻഷാ അല്ലാഹ്. നിങ്ങള് എത്തിയിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. ഞാൻ മൈക്കൊടുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട് പറഞ്ഞു, ഇദ്ഹബ് ഫഅൻത ഹുർറുൻ, നീ പോയിക്കോ, നീ സ്വതന്ത്രനാണ്, നിന്നെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ച് നീ പോയിക്കോളൂ, നിന്നെ രക്ഷപ്പെടുത്തി. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, ഏറ്റവും നല്ലൊരു ഇഹ്സാൻ ബഹുമാനപ്പെട്ടവർ നിർവഹിക്കുകയും ചെയ്തു. ദേശത്തെ നമുക്ക് പിടിച്ചു കെട്ടാൻ കഴിയണം. അത് ചെറിയ ദേശമാണെങ്കിലും വലിയ ദേശമാണെങ്കിലും. മഹാന്മാര് രേഖപ്പെടുത്തുന്നു, ഒരു രാജാവ് ഒരു സദ്യ ഉണ്ടാക്കി, വിശാലമായ ഒരു സദ്യ, പ്രഗത്ഭരായ ആളുകളെ ക്ഷണിച്ചുകൊണ്ട്, വലിയ വലിയ പ്രമാണിമാരെ, വലിയ വലിയ സമ്പന്നന്മാരെ ക്ഷണിച്ചുകൊണ്ട് വളരെ വലിയ ഒരു സദ്യ, വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കി. രാജാവും അതിഥികളും എല്ലാവരും വട്ടമിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നു. ആ സമയത്ത് സുപ്രയിൽ പലതരത്തിലുള്ള വിഭവങ്ങൾ അണിനിരത്തിട്ടുണ്ട്. പലതരത്തിലുള്ള വ്യത്യസ്തമായ രുചികരമായ ഭക്ഷണ വിഭവങ്ങൾ സംവിധാനിച്ചിട്ടുണ്ട്. അതിനിടക്ക് ഈ രാജാവിന്റെ ഒരടിമ ഒരു പാത്രത്തിൽ കറിയുമായി അങ്ങനെ പിന്നിലൂടെ വന്നു. രാജാവിന്റെ പിന്നിലൂടെ കറി അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. ആ സമയത്ത് കറിപ്പാത്രത്തിൽ നിന്ന് ഒരൽപ്പം കറി രാജാവിന്റെ വസ്ത്രത്തിലേക്ക് വീണു. സുബ്ഹാനല്ലാഹ്, രാജാവിന്റെ ഏറ്റവും വിലപിടിപ്പുള്ള മിന്നിത്തിളങ്ങുന്ന മനോഹരമായ രാജവസ്ത്രത്തിലേക്ക് കറി വീണപ്പോഴേക്ക് രാജാവ് കോപാന്തനായി ദേഷ്യപ്പെട്ടു. അല്ലെ, സ്വാഭാവികമായി ഉണ്ടാവുന്നതാണ്. കറി വിളമ്പുമ്പോ രാജവസ്ത്രത്തിലായപ്പോ രാജാവിന് ദേഷ്യം പെട്ടു. രാജാക്കന്മാരുടെ സ്വഭാവം എന്താ? ദേഷ്യം വന്നാൽ ഉടൻ തന്നെ തലവട്ടാൻ കൽപ്പിക്കലാണ്. രാജാവ് ദേഷ്യപ്പെട്ടു. കാരണം ഈ അതിഥികൾക്കിടയിൽ വഷളായി. രാജാവിന്റെ തിരുവസ്ത്രത്തിലൂടെ, രാജവസ്ത്രത്തിലൂടെയാണ് കറി ഒഴിച്ചത്. കറി വീണുപോയത് ഒരൽപ്പമേ വീണുപോയിട്ടുള്ളെങ്കിലും അങ്ങേയറ്റത്തെ ദേഷ്യം വന്നു. ദേഷ്യം വന്നപ്പോൾ രാജാവ് പട്ടാളക്കാരോട് കൽപ്പിച്ചു, ഇവനെ പിടിച്ചു കെട്ടണം, എന്നത് തലവട്ടണം എന്ന് പറഞ്ഞു. ഈ കൽപ്പന കേട്ടപ്പോഴേക്ക് ഈ കറിപ്പാത്രം മുഴുവൻ എടുത്തിട്ട് രാജാവിന്റെ തലയിൽ കൂടെ കൊണ്ട് ഒഴിച്ചു. ഈ അടിമ ഈ കറിപ്പാത്രത്തിലെ കറി മുഴുവൻ രാജാവിന്റെ തലയിൽ കൂടെ കൊണ്ട് ഒഴിച്ചു. അപ്പൊ പിന്നെ ദേഷ്യം പിന്നെ കൂടുമല്ലോ, പറയണ്ടല്ലോ. എല്ലാരും കൂടി, പട്ടാളക്കാര് കൂടി, അതിഥികൾ കൂടി. ഇതെന്താ ഇത്? രാജാവ് വളരെ ശക്തമായി ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിച്ചു, നിനക്കെന്താ ഭ്രാന്താണോ? അപ്പോൾ പറഞ്ഞു, പ്രിയപ്പെട്ട രാജാവേ, എന്റെ പ്രിയപ്പെട്ട രാജാവേ, ഞാനിത് ചെയ്തത് ഭ്രാന്തായതുകൊണ്ടല്ല. ഞാനിത് ചെയ്തത് അങ്ങ് എന്നെ കൊല്ലാൻ കൽപ്പിച്ച ദേഷ്യത്തിലുമല്ല, അങ്ങ് എന്റെ തല വെട്ടാൻ കൽപ്പിച്ച ദേഷ്യത്തില്, ആ ദേഷ്യം തീർക്കാൻ വേണ്ടി ചെയ്തതല്ല, അല്ലെങ്കിൽ എനിക്ക് മാനസിക രോഗം കൊണ്ട് ചെയ്തതല്ല. മറിച്ച് ഞാൻ ചെയ്യാൻ കാരണം എന്താണെന്നറിയോ? ഞാൻ ചെറിയ ഒരു പിഴവ് എനിക്ക് ആദ്യം സംഭവിച്ചു. എന്റെ കൈയൊന്ന് പഴച്ചിട്ട് ഒരൽപ്പം കറി അങ്ങയുടെ വസ്ത്രത്തിലേക്ക് വീണു. അതിന്റെ പേരിൽ അങ്ങനെ കൊല്ലാൻ വേണ്ടി കൽപ്പിച്ചു. മനഃപൂർവമല്ലാതെന്റെ കയ്യിൽ നിന്ന് ഒരു പിഴവ് സംഭവിച്ചതിന് കൊലയും തന്ന്. മനഃപൂർവമല്ലാതെ ഒരു ചെറിയ കയ്യബദ്ധം, ഒരു പിഴവ് സംഭവിച്ചപ്പോഴേക്ക് അങ്ങ് എന്നെ കൊല്ലാനാ കൽപ്പിച്ചത്.
എന്നുള്ള വിവരം ജനമറിഞ്ഞാൽ പിന്നെ രാജന്റെ പേരിന് ഹാനി വരുമതു തന്നെ. ഈ വിവരം ജനങ്ങൾ അറിഞ്ഞാൽ പ്രിയപ്പെട്ട രാജാവെ അങ്ങേക്കതൊരു മോശമാണ്. കാരണം ഒരടിമക്ക് ചെറിയൊരു പഴവ് പറ്റിയപ്പോഴേക്ക് ആ രാജാവ് ആ അടിമനെ കൊല്ലാനാണ് കൽപ്പിച്ചത്. ഒരു ചെറിയ മനഃപൂർവ്വമല്ലല്ലോ, മനഃപൂർവ്വമല്ലാതെ ഒരു ചെറിയ തെറ്റ് പറ്റിയപ്പോഴേക്ക് കൊല്ലാൻ കൽപ്പിച്ചാൽ രാജാവേ അത് അങ്ങയുടെ പേരിന് ദോഷാണ്, അങ്ങേക്ക് മാനഹാനി ഉണ്ടാക്കും. കാരണം ജനങ്ങൾ പറയും അങ്ങ് വളരെ ക്രൂരനാണ്, തമ്മാടിയാണ്. ദുൽമാണ് രാജൻ ചെയ്തതെന്ന് എല്ലാവരും പറഞ്ഞാലതും അങ്ങേക്ക് ദുഷ്പേരായി വരും. അതുകൊണ്ട് വലിയൊരു തെറ്റിനാ കൊല ചെയ്തത് എന്നറിയണം, അതിനാണ് ഞാനിത് ചെയ്തത്. ജനങ്ങൾ എന്ത് പറയണം? ഓൻ മനഃപൂർവ്വം ചെയ്തതല്ല. കാരണം എന്താ, ആ വലിയ വലിയ ആളുകൾക്കിടയിൽ, വലിയ വലിയ പ്രമാണിമാര് സമ്പന്നന്മാർക്കിടയിൽ രാജാവിന്റെ തലയിൽ കൂടെ കൊണ്ടുപോയിട്ട് ചാറങ്ങട്ട് ഒഴിച്ചു. അവൻ ചെയ്തത് വലിയ തമ്മാടിത്തരല്ലേ, തെറ്റല്ലേ, അതുകൊണ്ട് ഓനെ കൊല്ലേണ്ടത് തന്നെയാണ് എന്ന് എന്നെക്കുറിച്ച് ആളുകൾ പറയണം. ഞാൻ മനഃപൂർവ്വം തെറ്റ് ചെയ്തിട്ടാണ് അതിനെന്നെ കൊന്നത് എന്ന് ആളുകൾ പറയണം. അല്ലാതെ ഒരബദ്ധത്തിന് രാജാവെ അങ്ങനെ കൊന്നു, അത് അങ്ങേക്ക് ദുഷ്പേരുണ്ടാക്കും, അങ്ങേക്ക് ദുഷ്പേരുണ്ടാക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്റെ രാജാവാണ്, എനിക്കൊരുപാട് ഭക്ഷണം തന്ന, സൗകര്യങ്ങൾ തന്ന, എന്നെ സഹായിച്ച എന്റെ രാജാവാണ്. അതുകൊണ്ട് അങ്ങേക്കൊരു ദുഷ്പേര് വരുന്നത് എനിക്ക് താല്പര്യമില്ല. എനിക്ക് പേരുദോഷം വന്നാലും എനിക്ക് വിരോധമില്ല. അതിനാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇത് കേട്ടപ്പോൾ രാജാവിന്റെ മനസ്സ് മാറി. രാജാവ് വല്ലാത്ത സന്തോഷവാനായി. രാജാവ് മാപ്പ് കൊടുത്തു. ആ അടിമയെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു എന്നാണ് മഹാന്മാര് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ദേഷ്യം, ഒരുപക്ഷെ ഒരു ചെറിയ ദേഷ്യം വരുമ്പോഴേക്ക് നമ്മൾ വളരെ അങ്ങേയറ്റത്തെ വലിയ വലിയ തെറ്റുകളാണ് ചെയ്യുക. ദേഷ്യത്തിന് കാരണം ചെറുതാകും, പക്ഷെ അതുകൊണ്ടുണ്ടാകുന്ന പിന്നീട് ഖേദിച്ച് മടങ്ങേണ്ടി വരുന്ന അവസ്ഥകൾ. കൊല്ലാൻ വേണ്ടി കൽപ്പിച്ച് കൊന്നാലോ പിന്നീട് ചിലപ്പോൾ കുറ്റബോധമുണ്ടാകും. അങ്ങനെ തന്നെയാണല്ലോ പല കൊലപാതകങ്ങളും നടക്കാറുള്ളത്. സുബ്ഹാനല്ലാഹ്, ഓരോ പത്രമാധ്യമങ്ങളിൽ ഓരോ ദിവസവും നമ്മൾ വായിക്കുന്ന വാർത്തകൾ എന്താണ് അല്ലേ? ചെറിയ ചെറിയ കാരണങ്ങൾ അതാണ് കൊലപാതകത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. ഞാനത് വിവരിക്കേണ്ടതില്ലല്ലോ. ഓരോ ദിവസങ്ങളും പത്രങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ എന്താ? ചെറിയ നിസ്സാരമായ കാരണം, വളരെ നിസ്സാരമായ കാരണം. ആ നിസ്സാരമായ കാരണത്തിന് അവരെ കൊന്നു, ഒന്ന് വഴക്ക് പറഞ്ഞതിന്റെ പേരിൽ, എന്തെങ്കിലും ചെറിയ ഒരു കാര്യത്തിന്റെ പേരിൽ സുബ്ഹാനല്ലാഹ് വളരെ ശക്തമായി ക്രൂരമായ കൊലപാതകങ്ങൾ നടത്തുന്നവർ. ഓട്ടോറിക്ഷ വിളിച്ചു, ഓട്ടോ ഡ്രൈവർ വാടക ചോദിച്ചു, അതിന്റെ പേരിൽ ഓട്ടോ ഡ്രൈവറെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുന്ന കാലം. ഓട്ടോ ഡ്രൈവറോട് ഇന്ന വഴിക്ക് പോകണമെന്ന് പറഞ്ഞു, അങ്ങോട്ട് പോകൂല എന്ന് പറഞ്ഞു, അതിന്റെ പേരിൽ കൊല്ലുന്ന കാലം. ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ കെട്ടിച്ചു തരാൻ പറഞ്ഞപ്പോൾ കെട്ടിച്ചു തരൂല എന്ന് പറഞ്ഞു, പെണ്ണിന്റെ അച്ഛനെയും അമ്മയെയും ക്രൂരമായി കൊല്ലുന്ന കാലം. പണം കടം ചോദിച്ചു, കൊടുക്കാത്തതിന്റെ പേരിൽ കൊല്ലുന്ന കാലം. കൊലപാതകങ്ങൾ നിസ്സാരമായ കാരണം അപ്പോഴേക്ക് ദേഷ്യം നിറഞ്ഞു പൊങ്ങുകയാണ്. രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. ദേശത്തെ പിടിച്ചുകെട്ടാൻ കഴിയണം. ദേഷ്യം വന്നാൽ പിടിച്ചുകെട്ടാൻ കഴിയണം. അത് ഇബ്ലീസിനെ പരാജയപ്പെടുത്തലാണ്, നമ്മുടെ ദേഹത്തെ പരാജയപ്പെടുത്തലാണ്. ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അന്ന ഉമർ റളിയല്ലാഹു അൻഹു ഒരു കള്ളുകൂടിയനെ കണ്ടു. അപ്പോൾ മദ്യപിച്ച് റോട്ടിലൂടെ നടക്കുന്നവനെ കണ്ടപ്പോൾ അവനെ പിടികൂടി അവനെ ശിക്ഷിക്കാനും അവനെ താക്കീത് ചെയ്യാനും ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല തീരുമാനിച്ച് അങ്ങനെ ചെല്ലുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ ഈ കള്ളുകൂടിയൻ ഉമർ റളിയല്ലാഹു തന്നെ കുറെ ചീത്തണ്ട് പറഞ്ഞു, തൊള്ളെ തോണി തന്നെ വിളിച്ചു പറഞ്ഞു അല്ലേ. ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ അടുത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ, കള്ളുകൂടിയനാണല്ലോ, നമ്മളൊക്കെ സാധാരണ അനുഭവിക്കാറുള്ളതാണല്ലോ, കള്ളുകൂടിയൻ അങ്ങോട്ട് ചീത്ത പറഞ്ഞു. ചീത്ത പറഞ്ഞപ്പോൾ ഫറജാനു ഉമർ റളിയല്ലാഹു അൻഹു മടങ്ങിപ്പോന്നു. ഒരു കള്ളുകുടിയൻ തമ്മാടി
അവനെ പിടികൂടാനും താക്കീത് ചെയ്യാനും ശിക്ഷിക്കാനും തീരുമാനിച്ചങ്ങ് പോയി. ചീത്ത പറഞ്ഞപ്പോൾ അങ്ങ് അവനെ ഉപേക്ഷിച്ചു. ലമ്മാ ശതമക തറക്തഹു, സത്യത്തില് അങ്ങ് അവനെ പിടിച്ച് ശിക്ഷിക്കുകയല്ലേ വേണ്ടത്. കാരണം കള്ള് കുടിക്കുക എന്നിട്ട് ചീത്ത പറയാ. നമ്മൾ പറയാറുണ്ടല്ലോ, കള്ള് കുടിച്ചാൽ അത് പള്ളേ കിടക്കണം, ആളുകൾക്ക് മേക്കെട്ട് കയറരുത്. കള്ള് കുടിക്കും ചെയ്യുക, ആളുകളെ മേപ്പെട്ടും കയറുക. ബഹുമാനപ്പെട്ടവരെ, അങ്ങ് കൂടുതൽ അവനെ ശിക്ഷിക്കണ്ടേ? അവനെ കൊണ്ട് ഞങ്ങളൊക്കെ പൊറുതിമുട്ടിയിട്ടുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഇന്നം തീർക്കാൻ വേണ്ടി ഫലം അസ്ദർതൂല കുന്തു ഖദിന്ത സർത്തുലി നഫ്സി ഫലാ ഉഹിബ്ബു അൻ അദ്രിബ മുസ്ലിമൻ ലിഅമിയത്തി നഫ്സി. എന്റെ ദേഷ്യം തീർക്കാനാകും പിന്നെ ഞാൻ അവനെ ശിക്ഷിച്ചാൽ, പിന്നെ ഞാൻ അവനെ അടിച്ചാൽ, പിന്നെ ഞാൻ അവനെ താക്കീത് ചെയ്താൽ, ഞാൻ അവനെ വിശുദ്ധ റമളാൻ, വിശുദ്ധിയുടെ വിരുന്നുകാലം. വിശുദ്ധ ബദറിന്റെ വീരസ്മരണകളുറങ്ങുന്ന പുണ്യമാസം, വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസം. നരകവാതിലുകൾ അടച്ച് സ്വർഗവാതിലുകൾ മലർക്കെ തുറന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യകുലത്തിന് അനുഗ്രഹമായി സമ്മാനിച്ച വിശുദ്ധ റമളാൻ ആഗതമായി. സത്യവിശ്വാസികളുടെ മനസ്സിൽ ആത്മീയ അനുഭൂതിയുണർത്തി സർവശക്തനായ നാഥന്റെ കാരുണ്യവർഷമായി വിശുദ്ധ റമളാൻ. ഈ പുണ്യമാസത്തിൽ KICR SKSSF കേരള ഇസ്ലാമിക് ക്ലാസ് റൂം ശ്രോതാക്കൾക്കായി ഒരുക്കുന്ന വൈജ്ഞാനിക വിരുന്ന് ബാബുർ റയ്യാൻ. സൗദി സമയം രാത്രി 10 മണിക്ക്, UAE സമയം രാത്രി 11 മണിക്ക്. സുഖലോകാസുവർഗത്തിൻ കവാടം സുഹൃതങ്ങളിലേക്ക് റമളാൻ കഴിഞ്ഞതയ്യാൻ അടിയാകൾ കൂടയവൻ ഒരുക്കും കാലം. ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന റമളാൻ ക്യാമ്പയിൻ ഉസ്താദ് അബ്ദുസ്സലാം ബാഗ്ദവി, അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്, MT അബൂബക്കർ ദാരിമി, അബ്ദുൽ ഗഫൂർ അൻവരി, സലീം ഫൈസി ഇർഫാനി, അബ്ദുൽ ജലീൽ ദാരിമി, അച്ചൂർ ഫൈസി, അബ്ദുൽ മജീദ് ഹുദവി, അലവിക്കുട്ടി ഹുദവി മുണ്ടമ്പറമ്പ്, ഫൈസൽ നിയാസ് ഹുദവി കൊല്ലം, അബ്ദുൽ ബാരി ഹുദവി, സൽമാൻ അസ്ഹരി, ശംസുദ്ദീൻ ഫൈസി, മുസ്തഫ ഹുദവി തുടങ്ങി കേരളത്തിലും പ്രവാസ ലോകത്തുമുള്ള പ്രഗത്ഭ പണ്ഡിത നിര നേതൃത്വം നൽകുന്ന പഠന പ്രഭാഷണങ്ങൾ ബാബുർ റയ്യാൻ. സൗദി സമയം രാത്രി 10 മണിക്ക്, UAE സമയം രാത്രി 11 മണിക്ക്. ദിനങ്ങളെടുത്തുപവാസം എണ്ണിയതിൻ പകലിൽ ഒരു മാസം നിന്ന് തൊടുതിരവില്ലതിനേശം ദേശത്താലിലാഹിങ്കൽ ലയിക്കും നേരം. ഓൺലൈൻ ദഅ്വാരംഗത്തെ ചരിത്രം തിരുത്തിക്കുറിച്ച നൂറുൻ അല നൂറ് ബുഷ്റാക്കുമുൽ യൗം എന്നീ പ്രത്യേക പരിപാടികൾക്ക് ശേഷം KICR SKSSF കേരള ഇസ്ലാമിക് ക്ലാസ് റൂം സമർപ്പിക്കുന്ന വൈജ്ഞാനിക വിരുന്ന് ബാബുർ റയ്യാൻ റമളാൻ പ്രത്യേക പരിപാടി. സൗദി സമയം രാത്രി 10 മണിക്ക്, UAE സമയം രാത്രി 11 മണിക്ക്. 1000 മാസത്തിലേറെ തവാബ്, 1000 തുണ തേടി ജവാബ്, ലൈലത്തുൽ ഖദ്റിൻ തിരുരാവ്, നാഥന്റെ കാരുണ്യം പെയ്തിറങ്ങും രാവ്, നാസുത്തോടാടുത്തം ശക്തിയുള്ള കാര്യമെന്താണ് നബിയെ? വളരെ ശക്തിയുള്ള കാര്യമെന്താണ് റസൂലേ?
മഹാനായ മുത്തനബി പറഞ്ഞു, അല്ലാഹുവിന്റെ ദേഷ്യം. ഏറ്റവും ഭയപ്പെടേണ്ടതും പേടിക്കേണ്ടതും ഏറ്റവും അശ്രദ്ധായ കാര്യം, ഏറ്റവും ശക്തിയുള്ള കാര്യം അത് അള്ളാന്റെ ദേഷ്യമാണ്. അപ്പോൾ ചോദിച്ചു, ഫമായുബായിദുനി മിൻ ഗളബില്ലാ, അള്ളാന്റെ ദേഷ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് വഴി നബിയെ? ഏറ്റവും പേടിക്കേണ്ടത് ഏറ്റവും ശക്തിയുള്ളതും അശുദ്ധമായത് അള്ളാന്റെ ഗളബാണെങ്കിൽ, പടച്ച റബ്ബിന്റെ ദേഷ്യമാണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ വഴി? അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, അല്ലാ തഗളബ്, നീ ദേഷ്യപ്പെടാതിരിക്കുക, നീ മറ്റുള്ളവരോട് ദേഷ്യപ്പെടാതിരിക്കുക, നീ നിന്റെ മക്കളോടും കുടുംബത്തോടും ഭാര്യയോടും നാട്ടുകാരോടും കൂട്ടുകാരോടും അയൽക്കാരോടും നീ ആരോടൊക്കെ പെരുമാറുന്നുവോ അവരോടൊക്കെ ദേഷ്യപ്പെടാതിരിക്കുക. അത് മൃഗങ്ങളാണെങ്കിലും അത് എന്താണെങ്കിലും ആരോടാണെങ്കിലും ദേഷ്യപ്പെടാതിരിക്കുക. അതാണ് അള്ളാന്റെ ദേഷ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഉള്ള വഴി എന്ന് ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. താബീങ്ങളിൽപ്പെട്ട ബഹുമാനപ്പെട്ട ഇബ്നു ഔൻ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർക്ക് നല്ല ഒരു ഒട്ടകമുണ്ടായിരുന്നു. കാനത്തലഹു നാഖത്തുൻ കരീമ, നല്ല ഒരൊട്ടകം, കാണാൻ ഭംഗിയുള്ള നല്ല ഒരൊട്ടകം. അങ്ങനെ ആ ഒട്ടകങ്ങളെ നോക്കുന്ന പരിചാരകൻ ഫളറബഹ അൽ ഗുലാം, ഒട്ടകത്തെ അടിച്ചു. ആ ഒട്ടകത്തെ മേച്ചു നടക്കുമ്പോൾ ആ ഒട്ടകത്തെ പരിപാലിക്കുന്നതിനിടയിൽ ഒട്ടകത്തെ അടിച്ചു. ദേഷ്യം വന്ന് ഒട്ടകത്തെ അടിച്ച് ഒട്ടകത്തിന്റെ കണ്ണ് പൊട്ടി എന്ന് മാത്രമല്ല, ശക്തമായ അടികൊണ്ട് ഒട്ടകത്തിന്റെ ഒരു കണ്ണ് ഉതിർന്ന് താഴേക്ക് വീണു. ഒട്ടകത്തിന്റെ കണ്ണ് പൊട്ടി, ഒട്ടകത്തിന്റെ കണ്ണ് താഴേക്ക് പോയി. അപ്പോൾ സത്യത്തിൽ ഇവൻ ബേജാറായി. കാരണം ബഹുമാനപ്പെട്ട ഇബ്നു ഔൻ റളിയല്ലാഹു തആല അൻഹു ദേഷ്യപ്പെടുമോ? കാരണം അദ്ദേഹത്തിന്റെ ഒട്ടകങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള, കാണാൻ ഭംഗിയുള്ള നല്ല ഒട്ടകമാണ്. അതിനെയാണ് ഞാൻ അടിച്ചപ്പോൾ, ദേഷ്യം വന്നപ്പോൾ ശക്തമായി അടിച്ചു, അത് കണ്ണുപോയി. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ഇബ്നു ഔൻ റളിയല്ലാഹു അൻഹു ഇത് അറിഞ്ഞപ്പോൾ അവനോട് പറഞ്ഞു പുഞ്ചിരിച്ചുകൊണ്ട്, മോനെ ഗഫറല്ലാഹു ലക, അല്ലാഹു നിനക്ക് പുറത്തു തരട്ടെ, ബാറക്കല്ലാഹു ഫീക, അല്ലാഹു നിനക്ക് ബർക്കത്തും ചെയ്യട്ടെ. ഗഫറല്ലാഹു ലക, അല്ലാഹു നിനക്ക് പുറത്തു തരട്ടെ, ബാറക്കല്ലാഹു ഫീക, അല്ലാഹു നിനക്ക് ബർക്കത്തും ചെയ്യട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെയാണ് പഠിപ്പിച്ചത് എന്നും പറഞ്ഞു. മുത്തുനബി പഠിപ്പിച്ചത്, ദേഷ്യം വന്നാൽ ഒരാള് ദേഷ്യപ്പെടുത്തുന്ന രൂപത്തിൽ അങ്ങേയറ്റത്തെ സഹിക്കാൻ കഴിയാത്ത അതിക്രമം കാണിച്ചാലും അവന് പൊറുക്കലിനെ ചോദിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അങ്ങനത്തെ ഒരു മനസ്സുണ്ടാവുക, അത്രത്തോളം ഉന്നതിയിലേക്ക് എത്താൻ നമുക്ക് കഴിയൂലെങ്കിലും ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചല്ലോ, മഹാനവറുകളെ നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും സന്തോഷിച്ച സമയങ്ങൾ ഏതാ? അപ്പൊ പറഞ്ഞു, 2 സമയങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. ഒന്ന്, ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ ഇങ്ങോട്ട് വന്നിട്ട് മുഖത്തേക്ക് ഒരൊറ്റ അടി. എന്താണെന്ന് എനിക്കറിയില്ല, എന്റെ മുഖത്തേക്ക് ഒരൊറ്റ കരണക്കുറ്റിക്ക് ഒരൊറ്റ അടി. അപ്പോൾ അന്ന് എനിക്ക് വല്ലാത്ത സന്തോഷം വന്നു. പിന്നെ മറ്റൊരിക്കൽ ഞാനൊരു ഭാഗത്തിരിക്കുമ്പോൾ ഒരാൾ എന്റെ പിന്നിലൂടെ നിന്ന് എന്റെ ശരീരത്തിലേക്ക് മൂത്രമൊഴിച്ചു. അപ്പോഴും എനിക്ക് വല്ലാതെ സന്തോഷം വന്നു എന്ന് പറഞ്ഞാൽ, അത് ബഹുമാനപ്പെട്ടവര് പറഞ്ഞത്, എന്നെ ഒരാൾ അടിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ എന്തോ തെറ്റ് ചെയ്തതിനാ എനിക്ക് അടി കിട്ടിയത്, അല്ലാതെ അടിച്ചവന്റെ കുറ്റമല്ല, മൂത്രമൊഴിച്ചവന്റെ കുറ്റമല്ല. ഞാൻ വഷളായി, അല്ലെങ്കിൽ എന്നെ അടിച്ചു, എന്നെ ഒരാൾ അടിച്ചു, എന്നെ ഒരാൾ ശിക്ഷിച്ചു, ഞാൻ വേറെ എന്തോ തെറ്റ് ചെയ്ത കാരണത്താൽ പടച്ച റബ്ബ് ദുനിയാവിൽ തന്നെ എനിക്കതിൽ ശിക്ഷ തന്നതാണ്. അങ്ങനെയൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ ആ ശിക്ഷ ഇവിടെ തന്നെ കിട്ടിയല്ലോ, അൽഹംദുലില്ലാഹ്, ആ സന്തോഷാണ്. എനിക്ക് എന്തെങ്കിലും ജീവിതത്തിൽ പറ്റിപ്പോയ തെറ്റിന് ദുനിയാവിൽ തന്നെ ശിക്ഷ കിട്ടിയാൽ പിന്നെ ആഖിറത്തിൽ ശിക്ഷയില്ലല്ലോ. അപ്പോൾ അത് അടിച്ചവന്റെ കുറ്റമല്ല, മൂത്രമൊഴിച്ചവന്റെ കുറ്റമല്ല. മഹാന്മാരുടെ ചിന്ത എന്താ? ഇനി അല്ല, ഞാനൊരു തെറ്റും ചെയ്യാതെ, ഞാനൊരു കുറ്റവും ചെയ്യാതെയാണ് ഒരാൾ എന്നെ അടിച്ചത്, എന്നെ ചീത്ത പറഞ്ഞത്, എന്നെ ദേഷ്യം പിടിപ്പിച്ചത്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പോൾ മഹാന്മാര് പറയുന്നത് എന്താ? നീയാണതിൽ കുറ്റക്കാരനെങ്കിൽ അവരുടെ ചിന്ത അങ്ങനെയാണ്. നീ എന്നെ അടിച്ചത്, നീ എന്നെ ശിക്ഷിച്ചത്, നീ എന്നെ ചീത്ത പറഞ്ഞത്, നീ ചെയ്ത തെറ്റാണെങ്കിൽ നിനക്കല്ല പുറത്തു തരട്ടെ. അല്ല, ഞാൻ എന്തെങ്കിലും തെറ്റ് കാരണത്താൽ ഞാൻ അതിന് അർഹനാണെങ്കിൽ അത് അല്ലാഹു എനിക്ക് തന്ന ശിക്ഷയാണ്. അക്കാരണത്താൽ പടച്ച റബ്ബ് ദുനിയാവിൽ തന്നെ ആ ശിക്ഷ തന്നു, പരലോകത്തെ ശിക്ഷ തരാതിരിക്കട്ടെ. വലം ആറഫിൽ അഅദാഇ ഹീന ഇഖ്തബർതുഹും
അദുവ്വൻ ലിഅഖ്ലിൽ മർഇ അഅദാ ബിനൽ ഗളബി. സത്യത്തില് മനുഷ്യരായ നമ്മളൊക്കെ കാണുന്നത് എന്താ? മറ്റുള്ളവരെ ശത്രുക്കളായി കാണുന്നു, മറ്റുള്ളവരെ ശത്രുക്കളായി കാണുന്നു. വലം ആറഫിൽ അഅദാഇ ഹീന ഇഖ്തബർതുഹും അദുവ്വൻ ലിഅഖ്ലിൽ മർഇ അഅദാ ബിനൽ ഗളബി. ഞാൻ പരിശോധിച്ചപ്പോൾ, ഞാൻ ആളുകൾക്കിടയിൽ പരിശോധിച്ചപ്പോൾ ഞാൻ കണ്ടെത്തിയത് ആളുകളെ ശത്രുക്കളായിട്ടല്ല, പിന്നെയോ നമ്മുടെ ഏറ്റവും വലിയ ശത്രു നമ്മുടെ ദേഷ്യം തന്നെയാണ്. നമ്മുടെ ഏറ്റവും വലിയ ശത്രു മറ്റുള്ളവരല്ല, അവരല്ല നമ്മുടെ ശത്രുക്കൾ. നമ്മുടെ ഏറ്റവും വലിയ ശത്രു അത് നമ്മുടെ ദേഷ്യം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. اللهم ارحمني يا ارحم الراحمين. اللهم ارحمني يا ارحم الراحمين. اللهم ارحمني يا ارحم الراحمين. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്വഭാവങ്ങൾ നന്നാക്കി തരട്ടെ. അത് തന്നെയാണ് ഏറ്റവും വലിയ വിജയം. അതിന്റെ ഒന്നാമത്തെ ഘട്ടമാണ് സൂചിപ്പിച്ചത്. ദേശത്തെ പിടിച്ചു കെട്ടാൻ കഴിയലാണ് സൽ സ്വഭാവത്തിന്റെ അടിത്തറ. അതാണ് അതിന്റെ ഒന്നാമത്തെ ഘട്ടം. പിന്നെ നമ്മുടെ സ്വഭാവം നമ്മുടെ വാക്കിലും നമ്മുടെ പ്രവർത്തനത്തിലും നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ സ്വഭാവം എന്തിനാണ് ഈ ദുനിയാവിൽ ജീവിക്കുന്നത്? രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല പടച്ച റബ്ബ് അള്ളാഹുവിന്റെ താല്പര്യം എന്നത് നമ്മൾ പടച്ച റബ്ബിന്റെ മുന്നിൽ കുറെ നിസ്കരിച്ചു, ഇബാദത്ത് ചെയ്തു, നോമ്പ് നോറ്റു, ഹജ്ജ് ചെയ്തു, ഒരുപാട് അള്ളാഹ്ക്ക് വേണ്ടി ഇബാദത്ത് ചെയ്തു. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന് താല്പര്യം അതിനേക്കാൾ ചരിത്രത്തിൽ എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ചെറിയ ചെറിയ സൽസ്വഭാവങ്ങൾ, ആ ചെറിയ ചെറിയ സൽസ്വഭാവങ്ങൾ കാരണത്താൽ വലിയ വലിയ അമലുകളെ കൊണ്ട് രക്ഷപ്പെട്ടതിനേക്കാൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ വലിയ വലിയ അമലുകളെ കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കാത്ത ആളുകൾ എത്രയോ ചരിത്രത്തിലുണ്ടായപ്പോൾ ചെറിയ ചെറിയ സൽസ്വഭാവങ്ങളെ കൊണ്ട് ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. നമ്മളൊക്കെ എത്രയോ തവണ കേട്ട ചരിത്രമാണ് ഒരു നായക്ക് വെള്ളം കൊടുത്തിട്ട് സ്വർഗത്തിൽ പോയ ആളുകൾ. ജീവിതത്തിൽ നല്ലത് ചെയ്തിട്ടില്ല, കാര്യമായി ചെയ്തതൊക്കെ തമ്മാടിത്തരങ്ങളെ ഉള്ളൂ. പക്ഷെ ഒരു നല്ല ഗുണം, ഒരു നല്ലൊരു സ്വഭാവം, ഒരു നായക്ക് വെള്ളം മുക്കിക്കൊടുത്തു എന്ന ഒരു നല്ല സ്വഭാവം കാരണത്താൽ സ്വർഗം നേടി. എന്നാൽ നേരെ തിരിച്ചുമുണ്ടായിട്ടുണ്ട്. ഒരുപാട് അമലുകളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ദുസ്വഭാവം കാരണത്താൽ ഒരു ജീവിയെ ഉപദ്രവിച്ചു എന്ന കാരണത്താൽ, ഒരു പൂച്ചയെ കെട്ടിയിട്ട് അതിനെ പട്ടിണിക്കിട്ടു എന്ന കാരണത്താൽ നരകത്തിൽ പോയ ആളുകൾ അങ്ങനെയും ഉണ്ടായിട്ടുണ്ട്. അള്ളാഹു നോക്കുന്നത് നമ്മുടെ ഖൽബിലേക്കാണ്, നമ്മുടെ സ്വഭാവത്തിലേക്കാണ്, നമ്മുടെ നല്ല പെരുമാറ്റങ്ങളിലേക്കാണ്. അതാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ നിസ്കരിച്ചാൽ നിങ്ങളുടെ സ്വഭാവം നന്നാവണം. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. കാരണം നിസ്കരിച്ചാൽ ജീവിതത്തിലെ തിന്മകൾ, ദുസ്വഭാവങ്ങളൊക്കെ പോയി നല്ല സ്വഭാവം ഉണ്ടാവണം. നോമ്പ് നോറ്റാൽ നമ്മുടെ ദേഷ്യമൊക്കെ പോയിട്ട് നമ്മുടെ സ്വഭാവം നന്നാവണം. ഹജ്ജ് ചെയ്താൽ നമ്മുടെ സ്വഭാവം നന്നാവണം. ഹജ്ജുൽ മബറൂറായ ഹജ്ജ്, മഖബൂലും മബറൂറുമായ ഹജ്ജിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യാറുണ്ട്. അല്ലാഹു റസൂലിനോട് ചോദിച്ചു, വമാ ബിർറു യാ റസൂലല്ലാഹ്, എന്താണ് മബറൂറായ ഹജ്ജ് നബിയെ? മുത്തനബി പറഞ്ഞത് എന്താ? ഇത്ആമു തആമു തീബുൽ കലാം, മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുക, മറ്റുള്ളവരുടെ നല്ല വാക്ക് പറയാ, അതാണ് ഹജ്ജിന്റെ മബറൂർ. ഒരാളുടെ ഹജ്ജ് സ്വീകരിക്കപ്പെട്ടു, ഒരാളുടെ ഹജ്ജ് മബറൂറായി, ഹജ്ജ് കബൂലാക്കപ്പെട്ടു എന്നതിന്റെ അടയാളം എന്താ? ഹജ്ജ് കഴിഞ്ഞാൽ അവന്റെ സൽക്കർമ്മങ്ങൾ കൂടി. ഹജ്ജിന് പോയി വന്നപ്പോ മുമ്പത്തേതിനേക്കാൾ നിസ്കാരവും ഇബാദത്തും സ്വഭാവവും എല്ലാത്തിലും മാറ്റമുണ്ടായി, കൂടുതൽ നന്നായി. അതിന്റെ അർത്ഥം ഹജ്ജ് സ്വീകരിച്ചു എന്നാണ്. അല്ല ഹജ്ജ് കഴിഞ്ഞ് വന്നപ്പോ സ്വഭാവം മുമ്പത്തേതിനേക്കാൾ മോശമായോ, എന്നാൽ അതിന്റെ അർത്ഥം ഹജ്ജ് സ്വീകരിക്കപ്പെട്ടിട്ടില്ല. ഹജ്ജ് മബറൂറാവുക, എങ്ങനെയാണ് ഹജ്ജ് മബറൂറാവുക? അതിന്റെ അടയാളാണ്
ഈ മനുഷ്യന്റെ സ്വഭാവം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക, സദഖ ചെയ്യുക, ആളുകളോട് നല്ല വാക്ക് പറയാ, അത് സ്വീകരിക്കപ്പെട്ട മബ്റൂറായ ഹജ്ജിന്റെ അടയാളമാണ് എന്നും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇബാദത്തുകളെ കൊണ്ട് ഉണ്ടാവേണ്ടത് നമ്മുടെ ജീവിതത്തിലെ ഇങ്ങനെയുള്ള മാറ്റങ്ങളാണ്. മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുക, മറ്റുള്ളവരെ സഹായിക്കുക, പാവപ്പെട്ടവരെ സഹായിക്കുക, നല്ല കാര്യങ്ങൾ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ സ്വഭാവം എന്തായിരുന്നു? ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു ദേശക്കാരനായിരുന്നു ചില ഘട്ടങ്ങളിൽ. പക്ഷേ വളരെ ഏറ്റവും വലിയ ദേശക്കാരനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പിന്നീട് ഒരുപാട് മാറി. ഇസ്ലാമിക ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു സ്വഭാവത്തിന്റെ ഏറ്റവും ഉന്നതമായ, ഏറ്റവും സൽസ്വഭാവത്തിന്റെ ഉടമയായി മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവർക്ക് ഖിദ്മത്ത് ചെയ്യാനും അവർക്ക് ഭക്ഷണം കൊടുക്കാനും പട്ടിണിക്കാരെ സഹായിക്കാനും അതിനുവേണ്ടി എത്ര ത്യാഗോജ്വലമായി ചെയ്ത എത്രയെത്ര സംഭവങ്ങൾ. ഒരു ദിവസം പതിവുള്ളതുപോലെ രാത്രി റോന്ത് ചുറ്റുകയാണ്. രാത്രി അങ്ങനെ ഇറങ്ങി അന്വേഷിക്കും, രാവും പകലും, ഉറക്കം പോലും കുറവാണ്. നാട്ടുകാരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കുമ്പോൾ ഒരു ദിവസം മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു ഇത് മർറ ബിറുഫ്ഖത്തിൻ ഖദ നസലത്, ഒരു യാത്രാ സംഘം മറ്റേതോ നാട്ടുകാരാണ്. അവര് യാത്രക്കിടയിൽ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു രാത്രി കാണുന്നത്, അവര് യാത്രക്കിടയിൽ ഒരു ഭാഗത്ത് തമ്പടിച്ചതാണ്, രാത്രി വിശ്രമിക്കാൻ തമ്പടിച്ചതാണ്, യാത്രക്കാരാണ്. അവരുടെ സാധന സാമഗ്രികളൊക്കെ അവിടെയുണ്ട്. കാരണം യാത്രക്കാര് തമ്പടിച്ചതാകുമ്പോൾ അവരുടെ വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ സൂക്ഷിച്ചു വെക്കാനുള്ള സംവിധാനങ്ങളില്ലല്ലോ. അവരുടെ വസ്തുവകകൾ പലയിടത്തുമുണ്ട്. അവരങ്ങനെ ടെന്റ് കെട്ടിയിട്ട് കടന്നുറങ്ങാൻ ഒരുങ്ങുകയാണ്. അവർ കടന്നുറങ്ങി. സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അതിനോടടുത്തായ ഒരു ഭാഗത്ത് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ സമയത്താണ് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല ആ വഴിക്ക് കടന്നു വരുന്നത്. മല്ലദീ ജാബിക ഫി ഹാദിഹി സായ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ, എന്താണ് അങ്ങ് ഈ സമയത്ത് ഇവിടെ നിൽക്കുന്നത്? അമീറുൽ മുഅ്മിനീൻ, എന്താണ് അങ്ങ് ഇവിടെ നിൽക്കുന്നത്? ഒരു രാത്രി സയ്യിദുനാ ഉമർ കാണുന്നതായി വഴിയിൽ വിദേശികളിൽ ചിലർ ഉറങ്ങുന്നതായി, അവർക്കുള്ള സാധനം പലതുമുണ്ടവിടവിടെയായി കിടക്കുന്നതും കണ്ടിട്ട് താനും ചിന്തയായി. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു എന്ത് ചിന്തിച്ചുകൊണ്ടാ അവിടെ തന്നെ നിന്നത്? ചോദിച്ചപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഉറങ്ങുന്ന സമയം വേണ്ടി വന്നാൽ സാധനം ആരെങ്കിലും മോഷ്ടിക്കുവാൻ മതി ഈ ദിനം. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, ഇവർ യാത്രക്കാരാണ്. ആ യാത്രാക്ഷീണം കൊണ്ട് ആ യാത്രയുടെ ക്ഷീണം കൊണ്ട് ശരീരം മറന്ന് ഗാഢമായി ചിലപ്പോൾ ഉറങ്ങിപ്പോകുന്നവരാണ്. അവരുടെ സ്വത്തുക്കൾ, അവരുടെ വസ്തുവകളാണ് അവിടെ കൂട്ടിവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും കള്ളന്മാര് രാത്രി വന്നാൽ അവർക്കിത് വളരെ ഒരു സൗകര്യമാകും. ഈ പാവം യാത്രക്കാരുടെ ഈ സ്വത്ത് മുഴുവനും അവർ കട്ടുകൊണ്ടുപോകും, മോഷ്ടിച്ചു കൊണ്ടുപോകും. അതുകൊണ്ട് ഞാൻ ഇവിടെ കാവൽ നിൽക്കുകയാണ്. ഞാൻ ഉറങ്ങാതെ അതിന് തീരുമാനിച്ചു ഈ യാത്രക്കാരെ സംരക്ഷിക്കാൻ, അവരുടെ സ്വത്തിന് കാവലായി ഞാനിവിടെ മാറി കാവലായി നിൽക്കാൻ തീരുമാനിച്ചതാണ്. ഇത് യാത്രക്കാര് കണ്ടിട്ടില്ല. അവിടുന്ന് മാറിയാണ് നോക്കി ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു നിൽക്കുന്നത്. അപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മഹാനവറുകളെ, അങ്ങ് ഒറ്റക്ക് നിൽക്കണ്ട, ഞാനും അങ്ങേ സഹായിക്കാം. നമുക്ക് രണ്ടുപേർക്കും കൂടെ ബഹുമാനപ്പെട്ട മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, നഹ്രിസുഹും ഫന്തലഖാ യഹ്രിസാനി ഹത്താ ഇദാ തലൽ ഫജ്ർ. അങ്ങനെ നേരം വെളുക്കോളം രണ്ടാളും അവിടെ കാവൽ നിന്നു.
സുബഹിന്റെ നേരമായപ്പോൾ റളിയല്ലാഹു തആല അൻഹു യാത്രക്കാരെയൊക്കെ വിളിച്ചുണർത്തി. യാത്രക്കാരെ, യാ അഹ്ലർ റുഫ്ഖ, യാ അഹ്ലർ റുഫ്ഖ, അസ്സലാ അസ്സലാ, സുബഹിയായി സുബഹിയായി, സുബഹി വാങ്ക് വിളിച്ചു, എല്ലാവരും എഴുന്നേറ്റോളൂ. എല്ലാവരും എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് അവരെ യാത്രയാക്കി. പക്ഷേ ആ യാത്രക്കാരതറിഞ്ഞോ? അവരറിഞ്ഞിട്ടില്ല. സുബഹിന്റെ ബാങ്ക് വിളിച്ചു, അപ്പോൾ അവരെയും ഉണർത്തിയിട്ട് അവർ പോകുന്നു അവരറിയാതെയും. ഉമർ റളിയല്ലാഹു തആല അൻഹും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫും ഈ രാത്രി മുഴുവനും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ സംരക്ഷിക്കാൻ, ഞങ്ങളുടെ സ്വത്തിനെ സംരക്ഷിക്കാൻ കാവൽ നിന്നു എന്ന വിവരം അവരറിഞ്ഞിട്ടില്ല. അവരെന്തേ അറിഞ്ഞുള്ളൂ? സുബഹിയായപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് വന്ന് വിളിച്ചുണർത്തി, അതേ അറിഞ്ഞുള്ളൂ. ചിലപ്പോ അപ്പൊ ദേഷ്യം വന്നിട്ടുണ്ടാവും, അല്ലേ? കാരണം നന്നായിട്ട് ഉറങ്ങണ സമയത്ത് വിളിച്ചുണർത്തുമ്പോ ദേഷ്യം വരും. പക്ഷെ അവർക്ക് വേണ്ടി ചെയ്ത ഈ ഉപകാരം, ഈ ഒരു നന്മ അവരറിഞ്ഞിട്ടില്ല. സുഹൃത്തുക്കളെ, ഇവർക്കുള്ള ശഫഖത്തോർക്കണം. നാമൊക്കെയും ഇത് കണ്ട് മാതൃകയാവണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, അലിയാർ തങ്ങൾ ഒരു ദിവസം കരയുകയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കരയുന്നു. കരയുന്ന സമയത്ത് ചോദിച്ചു, മാ യുബ്കീക യാ അലി, മഹാനവറുകളെ അലിയാർ തങ്ങളെ എന്താ അങ്ങ് കരയുന്നത്? അപ്പോൾ പറഞ്ഞു, ലം യഅ്തിനി ലൈഫുൻ മുൻദു സബ്അത അയ്യാം, 7 ദിവസമായിട്ട് എന്റെ വീട്ടിലേക്ക് ഒരു അതിഥിയും വന്നിട്ടില്ല. ഒരതിഥിയും വന്നിട്ടില്ല, ഒരു ലൈഫും വന്നിട്ടില്ല. അവർക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കാൻ, അതിഥികൾക്ക് ഭക്ഷണം കൊടുക്കാൻ. ഇവിടെ അതിഥികളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫക്കീർമാര്, മിസ്കീന്മാര്, പാവങ്ങളാണ്. അല്ലെ? നമ്മളെ അതിഥി, നമ്മള് ഗസ്റ്റ് എന്നാർക്കാ പറയാ? നമ്മൾ ഗസ്റ്റ് എന്ന് പാവങ്ങൾക്ക് പറയില്ലല്ലോ. പറയോ? അല്ലേ? ഗസ്റ്റ് എന്ന് പാവങ്ങൾക്ക് പറയില്ല. ഞങ്ങളൊക്കെ വല്ല പരിപാടിക്കോ സമ്മേളനത്തിനൊക്കെ പോയാൽ 3-4 തരത്തിലെ ബാഡ്ജ് ഉണ്ടാവും. ഒരു ബാഡ്ജിൽ എഴുതിയിട്ടുണ്ടാവും ഗസ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ടാവും. വേറെ ബാഡ്ജില് കമ്മിറ്റിക്കാർക്കുള്ളത് എക്സിക്യൂട്ടീവ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. വളണ്ടിയർമാർക്ക് വളണ്ടിയർ എന്ന് എഴുതിയിട്ടുണ്ടാവും. അല്ലേ? ഈ ഗസ്റ്റ് എന്നുള്ള ബാഡ്ജ് ആർക്കാ കൊടുക്കുക? ആർക്കാ കൊടുക്കുക? ഏതെങ്കിലും പാവങ്ങൾക്ക് കൊടുക്കുവോ? അല്ലോ. അതാ സ്റ്റേജിൽ കയറുന്ന വലിയ വലിയ ആളുകൾക്ക് മാത്രം. അത് ഇൽമു കൊണ്ടോ അല്ലെങ്കിൽ സ്ഥാനം കൊണ്ടോ പദവി കൊണ്ടോ പണം കൊണ്ടോ ഒക്കെ മേന്മുള്ള ആളുകൾക്കാണ് ഗസ്റ്റ് എന്ന് പറഞ്ഞ് ഇട്ട് കൊടുക്കുക. നമ്മൾ ഗസ്റ്റ്, നമ്മൾ അതിഥി എന്ന് പറഞ്ഞാൽ ആരാണ്? വലിയ വലിയ ആളുകളാണ്. പക്ഷേ മഹാന്മാര് അതിഥി സൽക്കാരം എന്ന് പറഞ്ഞ ഭാഗങ്ങൾ, കിതാബുകളൊക്കെ പരിശോധിച്ചാൽ കാണാം, അവരുദ്ദേശിച്ച അതിഥികൾ എന്ന് പറഞ്ഞാൽ പാവങ്ങൾ. വീട്ടിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക് ഒരു അല്പം ഭക്ഷണം കിട്ടാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഫക്കീർമാര്, മിസ്കിന്മാര് കയറി വരുന്നത്, അതിനെയാണ് അവർ അതിഥികളായി കാണുന്നത്. അലിയാർ തങ്ങൾ കരയുന്നു. എന്തേ കാരണം? 7 ദിവസമായി എന്റെ വീട്ടിലേക്ക് ഒരു അതിഥിയും വന്നിട്ടില്ല. അപ്പൊ എനിക്ക് പേടിയാണ്, അള്ളാഹു എന്നെ പ്രയാസപ്പെടുത്തുകയാണോ, അള്ളാഹു എന്നെ നിന്ദിച്ചതാണോ? 7 ദിവസമായിട്ട് അതിഥികളാരും വന്നിട്ടില്ല. അള്ളാഹു എന്നെ പരീക്ഷിക്കുകയാണോ, പടച്ച റബ്ബ് എന്നെ തരം താഴ്ത്തുകയാണോ എന്ന് എനിക്ക് പേടിയാവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞിരുന്നത്. മഹാന്മാർ അവർക്കൊക്കെ മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുക, അവരെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമാണ്. സലഫീങ്ങളിൽ ഓരോ ലൈഫ് വന്നാലന്ന് പെരുന്നാള് വന്നെന്നവര് പറയും ഇന്ന്. മുൻഗാമികൾ, മഹാന്മാരായ സ്വഹാബത്തും താബിഈകളും കഴിഞ്ഞുപോയ മഹാന്മാർ, അവരുടെ വീട്ടിലേക്ക് ഒരു അതിഥി കയറി വന്നാൽ അവര് പറയുക എന്താ? ഇന്ന് പെരുന്നാള് വന്നു എന്നാണ്. അത്ര വലിയ സന്തോഷമാണ് അവർക്ക്. അലിയുന തങ്ങൾക്ക് അതിഥി നിയാഫത്ത്, സൽക്കാരത്തിനൊരു റൂമവർക്കായി മാറ്റലും അത് ദാറിനുള്ള സക്കാത്തിലായി ഗണിക്കലും. ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അതിഥിയെ സൽക്കരിക്കാൻ വേണ്ടി ഒരു റൂം വീട്ടിലുണ്ടായിരുന്നു. അതിഥികൾ അതിനുവേണ്ടി ഒരു റൂം വീട്ടിൽ, സൽക്കാരത്തിനൊരു റൂം അവർക്കായി മാറ്റലും, വീട്ടിൽ അതിഥികൾക്ക് വേണ്ടി ഒരു റൂം മാറ്റിവെക്കൽ ബഹുമാനപ്പെട്ടവരുടെ പതിവാണ്. കാരണം ബഹുമാനപ്പെട്ടവർ പറയാ അത് വീട്ടിന്റെ സക്കാത്താണ് എന്നാണ്. ഓരോന്നിനും സക്കാത്തുണ്ടല്ലോ, അല്ലെ? സമ്പത്തിന്റെ സക്കാത്ത്, ആ സക്കാത്തിന്റെ ഓഹരി അത് സമ്പത്തായിട്ട് തന്നെ ആളുകൾക്ക് കൊടുക്കും.
ഓരോ കാര്യത്തിനും സക്കാത്തിന്റെ, ശരീരത്തിന്റെ സക്കാത്താണ് നോമ്പ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഓരോന്നിനും സക്കാത്തുണ്ട്. അപ്പൊ നമ്മുടെ വീടിന്റെ സക്കാത്താണ് അതിഥികൾക്കൊരു റൂം, ഒരു ഗസ്റ്റ് റൂം, അല്ലേ? ബൈത്തുൽ ലക വലി അഹ്ലിക വലി ദൈഫിക എന്നാണ് മഹാന്മാർ പറഞ്ഞത്. ഒരു വീടുണ്ടാക്കുമ്പോൾ ആ വീട്ടിലുള്ള സൗകര്യങ്ങൾ ബൈത്തുൽ ലക നിനക്ക്, വലിയ അഹ്ലിക നിന്റെ കുടുംബത്തിന്, നിന്റെ സൗകര്യങ്ങൾ നിന്റെ വീട്ടിൽ നോക്കണം, നിന്റെ കുടുംബത്തിന്റെ സൗകര്യങ്ങൾ നോക്കണം, വലിയ ദൈഫിക അതിഥികളുടെ സൗകര്യങ്ങളും നോക്കണം. അതിഥികൾക്ക് പക്ഷെ പലപ്പോഴും നമ്മുടെ വീട്ടിൽ ഒക്കെ ഉണ്ടാകും, ഓഫീസ് റൂമോ ഗസ്റ്റ് റൂമോ ഒക്കെ ഉണ്ടാകും, പക്ഷെ അത് പൂട്ടിട്ടിട്ടുണ്ടാവും. അതിഥികൾ വന്നാലും അവിടെ സിറ്റ് ഔട്ടിലിരിക്കാന്നല്ല, ഇത് തുറന്നു കൊടുക്കൂല. കാരണം നമ്മളപ്പോ ചിന്തിക്കേണ്ട സോഫ സെറ്റ് കേടരുവോ, അല്ലേ? നല്ല വില പിടിപ്പുള്ളതാണ്, അമ്മ ചളിയാവോ എന്നൊക്കെ വിചാരിച്ച് നമ്മളത് തുറന്നു. ആ സിറ്റ് ഔട്ടിൽ അതിഥികൾ വന്നാൽ സിറ്റ് ഔട്ടിൽ അവിടെ ഇരുന്നോളാം, അല്ലേ? സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പുറത്തിരിക്കുക എന്നാണ്. അതൊരു വിലയില്ലാത്ത പരിപാടിയാണല്ലോ. അല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. സത്യത്തിൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായത് എന്തിനാന്ന് ചോദിച്ചാല്, അവിടെ ഒരുപക്ഷെ നമ്മൾ വന്ന് വാതിൽ തുറക്കാൻ വൈകിയാലും, തുറന്നു കൊടുക്കാൻ വൈകിയാലും ക്ഷീണത്തോടുകൂടെ വന്നിരിക്കുന്ന ആളുകൾക്ക് നേരെ കയറി വന്നാൽ ഇരിക്കാനുള്ള ഒരു സൗകര്യം, തൽക്കാലം ഒരു ഇരുത്തം, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മൾ മാനിക്കണം, അതിഥികളെ ബഹുമാനിക്കണം, ആദരിക്കണം. അവർക്ക് വേണ്ടി, അതിഥികൾക്ക് വേണ്ടി പ്രത്യേകമായ റൂം, അത് സുന്നത്താണ്. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പ്രത്യേകമായി ശ്രദ്ധിച്ചിരുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതിഥികളെ സൽക്കരിക്കുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ്. നമ്മുടെ സ്വഭാവത്തിന്റെ, ഹുസ്നുൽ ഖുലുഖിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അതിഥികളെ സൽക്കരിക്കുക എന്നത്. ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിഥി സൽക്കാരത്തിൽ അറിയപ്പെട്ട മഹാനാണ്. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, അതിഥികളെ സൽക്കരിക്കണം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട്. അക്രിം ദുയൂഫക എന്നു വീണ്ടും കൽപ്പന, ബഹുമാന്യരിൽ ഇറങ്ങുന്നതായി മിൻ റബ്ബിനാ. അതിഥികളെ സൽക്കരിക്കണം എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിഥികളെ സൽക്കരിച്ചു. ഖലീൽ ഇബ്രാഹിം നബി ഒരു സമയവും ഭക്ഷിക്കലേ ഇല്ലാതെപ്പോഴും. ഖലീൽ എന്നൊരു പേര് കിട്ടാൻ കാരണം 3 എണ്ണമുള്ളതിൽ ഒന്നിതാണെന്നോർക്കണം. ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഖലീലുള്ളാഹിയായി, അള്ളാന്റെ ഖലീലായി. മഹാനവറുകളെ ബിമത്തഖദക്കല്ലാഹു ഖലീല, എന്ത് കാരണത്താലാണ് അള്ളാഹു അങ്ങയെ ഖലീലാക്കിയത്? അപ്പോൾ പറഞ്ഞു 3 കാര്യങ്ങളെ കൊണ്ടാണ്. ഒന്ന്, മാ ഖയ്യർതു ബൈന ശൈഅൈനി ഇല്ല ഇഖ്തർതുല്ലദീ ലില്ലാഹി അലാ ഗൈരി. ഞാന് 2 കാര്യം, അതോ ഇതോ 2 കാര്യം തിരഞ്ഞെടുക്കാൻ എന്റെ മുന്നിൽ വന്നാൽ, ഒരു ഇഖ്തിയാറിന് 2 കാര്യം ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാനുള്ള ഒരു ചോയ്സ്, അത് വേണോ ഇത് വേണോ, രണ്ടാലൊന്ന് തെരഞ്ഞെടുത്തു. ഏത് ഘട്ടങ്ങളിലും, എന്റെ ജീവിതത്തിൽ ഏതേത് ഘട്ടങ്ങളിലും അത് വേണോ ഇത് വേണോ എന്ന ചിന്ത വന്നാൽ, അത് തെരഞ്ഞെടുക്കണോ ഇത് തെരഞ്ഞെടുക്കണോ, ഇതെടുക്കണോ അതെടുക്കണോ, ആ സമയത്ത് ഞാൻ തെരഞ്ഞെടുക്കുക ഇല്ലഖ്തർതുല്ലദീ ലില്ലാഹി അലാ ഗൈരി. അല്ലാഹുവിന്, പടച്ച റബ്ബിനാണ് ഞാൻ അവിടെ പ്രാധാന്യം കൊടുക്കുക. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത്, അള്ളാന്റെ പൊരുത്തമുള്ളത് അതേതാണോ, ഒരുപക്ഷെ അത് എന്റെ ഇഷ്ടത്തിനെതിരാകും. 2 കാര്യം, അത് വേണോ ഇത് വേണോ, ഇതാണ് എനിക്ക് ഇഷ്ടമുള്ളത്, പക്ഷേ അതാണ് അള്ളാഹുവിന് ഇഷ്ടമുള്ളത്, ഞാൻ അള്ളാന്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കും. അതാണ് ഒരു കാരണം എന്ന് പറഞ്ഞു. പിന്നെയോ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, വലാ തഗദ്ദൈതു വലാ തഅശൈതു ഇല്ലാ മഅ ളൈഫ്. ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും, എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുമ്പോൾ 2 നേരമാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം 2 നേരമാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. ഒന്ന് രാവിലത്തെ ഭക്ഷണം, മറ്റൊന്ന് രാത്രി ഭക്ഷണം. ഞാൻ വദാ കഴിക്കുമ്പോഴും അശാ കഴിക്കുമ്പോഴും അതിഥിയോടുകൂടെ, ഏതെങ്കിലും അതിഥിയോടുകൂടെ അല്ലാതെ ഞാൻ ഭക്ഷണം കഴിക്കൂല. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വീട്ടിലേക്ക് അതിഥികൾ വന്നു. അതിഥികൾ വന്നപ്പോൾ പടച്ച റബ്ബ് അവരെ ബഹുമാനിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇബ്രാഹിം നബി മനസ്സിലാക്കി, അതിഥികളെ ബഹുമാനിക്കേണ്ടത് അവർക്ക് നല്ല ഭക്ഷണം കൊടുത്തിട്ടാണ്. അതിഥികളെ എങ്ങനെ ബഹുമാനിക്കണം? അവരെ നല്ല ഭക്ഷണം കൊടുത്തിട്ട് ബഹുമാനിക്കണം എന്ന് മനസ്സിലാക്കി. നല്ല ആടിനെ കാരത്ത്, നല്ല മൃഗങ്ങളെ കാരത്ത്, നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ അള്ളാഹ് പിന്നെയും പറഞ്ഞു, വീണ്ടും അള്ളാന്റെ കൽപ്പന, അക്രിം ളയൂഫക എന്ന വീണ്ടും കൽപ്പന,
ബഹുമാന്യരിൽ ഇറങ്ങുന്നതായി മിൻ റബ്ബിന. അപ്പൊ പിന്നെ ബഹുമാനപ്പെട്ടവർ ചിന്തിച്ചു, ഞാൻ അതിഥികളെ ബഹുമാനിക്കാൻ പറഞ്ഞു, അവർക്ക് ഭക്ഷണം കൊടുത്തു, പിന്നെയും ബഹുമാനിക്കാൻ പറഞ്ഞു, പിന്നെയും ബഹുമാനിക്കാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഖലീലുല്ലാഹി ചെന്നു ളിയാഫിന് താൻ തന്നെയാണ് സുഹൃത്തുക്കളെ ഖിദ്മത്തിന്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി തന്നെ ചെന്നിട്ട് ഖിദ്മത്ത് ചെയ്യാൻ തുടങ്ങി. ശരിയായതിപ്പോഴാണ് ഇക്റാമെന്ന് വിഭവങ്ങൾ അധികം ഇതുകണ്ട് റബ്ബ് പറഞ്ഞു അവരോടന്ന്, ഇതുകണ്ട് റബ്ബ് പറഞ്ഞു അവരോടന്ന് ശരിയായതിപ്പോഴാണ് ഇക്റാമെന്ന്. ഇബ്രാഹിം നബി എപ്പോഴാണ് അതിഥികളെ ബഹുമാനമായത്? അല്ലേ, നമ്മുടെ വീട്ടിൽ പണിക്കാരുണ്ട്, ജോലിക്കാരുണ്ട്, അല്ലെങ്കിൽ കാറ്ററിംഗിന്റെ ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലേ, നമ്മളെന്ത് ചെയ്തു? വീട്ടിലേക്ക് അതിഥികൾ വന്നപ്പോൾ കാറ്ററിംഗിന്റെ ആൾക്കാരെ ഏൽപ്പിച്ചു. ഓലക്ക് പൈസ കൊടുത്തു, ഓല തുണിമുപ്പായൊക്കെ മാറ്റി, ഓല് വന്നിട്ട് ഇങ്ങനെ ഭക്ഷണം വിളമ്പി തരുന്നു, ചായ ഒഴിച്ചു തരുന്നു, അല്ലേ, വെള്ളം തരുന്നു. നമ്മളിങ്ങനെ കസാരയിൽ അവിടെ ഇങ്ങനെ ശുചായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കണു. അത് അതിഥി സൽക്കാരത്തിന്റെ പൂർണ്ണതയല്ല എന്നാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് പടച്ച റബ്ബ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. രണ്ടാമത് പിന്നെ പറഞ്ഞു, ഭക്ഷണം കൊടുത്താൽ പോരാ, ഭക്ഷണം കൊടുക്കുക, അതിന് എന്ത് മുന്തിയ ഭക്ഷണം കൊടുത്താലും വിഭവങ്ങൾ അധികം ഉണ്ട് എന്നാൽ തന്നെ ഖിദ്മത്തിലാണ് ഇക്റാം മുഴുവൻ പൊന്നേ. എന്തൊക്കെ വിഭവങ്ങൾ, എന്തൊക്കെ മുന്തിയ ഭക്ഷണമെങ്കിലും ശരി, നീ അതിഥിയെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ നീ തന്നെ അവർക്ക് ഖിദ്മത്ത് ചെയ്യലാണ്. വീട്ടുകാരൻ തന്നെ അതിഥികൾക്ക് ഭക്ഷണം ഇട്ട് കൊടുക്കുക, അവരെ സഹായിക്കുക, അവരെ സ്വീകരിക്കുക, ഒത്താശ ചെയ്തു കൊടുക്കുക, അതാണ് ഏറ്റവും നല്ല അതിഥി സൽക്കാരം എന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ പഠിപ്പിച്ചു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ലിമലാ ഉഹിബ്ബുൽ ലൈഫാഉ അർതാഹു മിൻ തറബിൻ ഇലൈ വല്ലൈഫു യഅകുലു റിസ്ഖഹു ഇന്ദി വയഷ്കുറൂനി അലൈ. അതിഥികളെ നമ്മൾ അങ്ങേയറ്റം ഇഷ്ടപ്പെടണം, അതിഥികളെ നമ്മൾ ഇഷ്ടപ്പെടണം, അല്ലേ, അതിഥികളെ ഇഷ്ടപ്പെടണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിലൂടെ പഠിപ്പിച്ചു, നിങ്ങൾ എന്തിനാണ് അതിഥികളെ ഇഷ്ടപ്പെടാതിരിക്കുന്നത്? അതിഥികളെ നിങ്ങൾ എന്തിനാ ഇഷ്ടപ്പെടാതിരിക്കുന്നത്? നമ്മൾ അതിഥികളെ സൽക്കരിക്കാൻ നമുക്ക് മടിയാണ്. അതിനെന്താ കാരണം? നമ്മൾ ചിന്തിക്കും, പഠിച്ചവനെ അതിനെത്ര പൈസ ചെലവാക്കണം, അല്ലേ, അതിനവരെ ഭക്ഷണം കൊടുക്കണം, അതിന് കുറെ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ വേറെ ചില ചിന്ത, അവര് വന്നാൽ പിന്നെ അത് ആകെ കുറെ മെനക്കെടാണ്, പിന്നെ ആകെ അതിനും എല്ലാം ബുദ്ധിമുട്ട്, വിഷമം, പ്രയാസം, വീട്ടിൽ അങ്ങനെ ആയാൽ ഇങ്ങനെ ആയാൽ എന്ന ചിന്തകൾ വരുമ്പോൾ മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: അതിഥി നിന്റെ വീട്ടിൽ വന്ന് കഴിക്കുന്നത് നിന്റെ റിസ്ക്കല്ല, അത് അതിഥിയുടെ റിസ്ക്കാണ്. അല്ലേ? മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഓരോ റിസ്ക്കിന്റെ, ഓരോ അരിമണിയുടെ, ഓരോ ഗോതമ്പ് മണിയുടെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇത് ആർക്കുള്ളതാണ്. എനിക്ക് എന്റെ വയറ്റിലേക്ക് എത്താൻ ഏതൊക്കെ ഭക്ഷണ പദാർത്ഥത്തിൽ, ഏത് പഴവർഗ്ഗങ്ങൾ, ഏതൊക്കെ പച്ചക്കറികൾ, ഏതൊക്കെ മാംസാഹാരം, ഏതൊക്കെ ധാന്യമണി ഞാൻ കഴിക്കുന്ന റിസ്ക്, ആ റിസ്ക്കിലേക്ക് എത്തും. എവിടെയാണോ എന്റെ റിസ്ക് അവിടേക്ക് ഞാൻ എത്തും. ചിലപ്പോ നമ്മൾ തന്നെ പറയാറുണ്ട്, പെട്ടെന്ന് നമ്മളെവിടെയൊക്കെ ഏതിനൊക്കെ പോയിട്ട് അവിടെ നോമ്പറക്കാൻ അവിടെ എത്തിപ്പെട്ടു. ഇപ്പൊ നമ്മൾ പറയും, പടച്ചോനെ ഇതിപ്പോ ഞാൻ വിചാരിച്ചതല്ല, ഇവിടെ നിന്ന് നോമ്പറക്കാൻ എത്തുമെന്ന് ഞാൻ വിചാരിച്ചതല്ല, അത് പടച്ച റബ്ബിന്റെ റിസ്ക് ഇവിടെ കണക്കാക്കിയിട്ടുള്ളത്, എനിക്ക് എഴുതിയ റിസ്ക് ഇവിടെയാണ് എന്ന് പറയും. അള്ളാഹു റസൂൽ പറയുന്നത് അതാണ്. എന്തിനാണ് അതിഥിക്ക് കൊടുക്കുന്നത്? നിനക്ക് ബേജാറ്, നിന്റെ റിസ്ക് അല്ല അതിഥി കഴിക്കുന്നത്, അതിഥിയുടെ റിസ്ക് കഴിക്കുന്നത്. لملا أحب الليف أو أرتاه لملا أحب الليف أو أرتاه من طرب إلي والضيف يأكل رزقه عندي ويشكرني عليه. അതിഥി അവന്റെ റിസ്ക് എന്റെ അടുത്ത്, എന്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുന്നു. അതിഥി അവനുള്ള റിസ്ക് എന്റെ വീട്ടിൽ വന്ന് അവൻ കഴിക്കുന്നു. എന്നിട്ടോ വയസ്കുറിനി എന്നോട് നന്ദി പറയുന്നു, എനിക്ക് വേണ്ടി ദ്വാരക്കുന്നു. അല്ലേ? ഒരതിഥി അവന്റെ റിസ്ക്കാണ്, അതിഥി അവന്റെ റിസ്ക് എന്റെ വീട്ടിൽ വന്ന് കഴിക്കുന്നു, എന്നിട്ട് എന്നോട് നന്ദി പറയുന്നു, എനിക്ക് വേണ്ടി ദ്വാ ചെയ്യുന്നു. ലൈഫിന്റെ റിസ്ക് അവൻ എന്തിയാണ് വരുന്നത്, ലൈഫിന്റെ റിസ്ക് അവൻ എന്തിയാണ് വരുന്നത്,
പിന്നെന്തിനാ നീ സോദരാ വെറുക്കുന്നത്? പോകുന്ന സമയം നിന്റെ ദോഷം കൊണ്ട് പോകുന്നതാണെന്നും ഹദീസിൽ ഉണ്ട്. അതിഥി അവന്റെ റിസ്ക് അവൻ അവിടെ വന്നു കഴിക്കുന്നു, നിനക്കെന്താ ബുദ്ധിമുട്ട്? പിന്നെയോ അവൻ പോകുന്ന സമയത്ത് നിന്റെ പാപം കൊണ്ടാണ് അവൻ പോണത്, നിന്റെ പാപങ്ങളൊക്കെ അവൻ ഏറ്റിക്കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ ആ പാപഭാരം പിന്നെ അതിഥി ഏൽക്കുന്ന അർത്ഥത്തിലല്ല, നിന്റെ പാപങ്ങളെ അവൻ കൊണ്ടുപോകും. അതിഥിയെ സൽക്കരിച്ചാൽ അത് പാപം പൊറുക്കാൻ കാരണമാണ് എന്ന് മഹാനായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ മറ്റൊരു ഹദീസിലൂടെ പഠിപ്പിച്ചു, കുല്ലു ബൈത്തിൻ ലാ യദ്ഖുലു ദൈഫുൻ ലാ തദ്ഖുലുൽ മലായിക. അതിഥികൾ കയറാത്ത വീട്ടിൽ മലക്കുകളും കയറൂല. നമ്മളിങ്ങനെ പറയാം റഹ്മത്തിന്റെ മലായിക്കത്ത് ഇറങ്ങണം, റഹ്മത്തിന്റെ മലായിക്കത്തിന്റെ ദുആ കിട്ടണം, ലൈലത്തുൽ ഖദറിന് നമ്മുടെ വീട്ടിലേക്ക് മലക്കുകൾ വരണം. പക്ഷേ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അതിഥികൾക്ക് നമ്മൾ പ്രവേശനം കൊടുക്കാത്ത വീട്, അതിഥികളെ സ്വീകരിച്ചിരുത്താത്ത വീട്, അതിഥികളെ സൽക്കരിക്കാത്ത വീട്, ആ വീട്ടിലേക്ക് മലക്കുകൾ കയറി വരൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. നിസ്കാരവും പിന്തിച്ചിടൽ ഖദ് സുന്ന, അതിഥിക്ക് സൽക്കരിക്കേണ്ടി വന്നാലെന്നാ. അതിഥി സൽക്കാരത്തിന്റെ ഗൗരവം എത്രയാ? അതിഥി നമ്മുടെ വീട്ടിലേക്ക് കയറി വന്നു, നമ്മൾ പള്ളിക്കൽക്ക് പോകാൻ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു ഗസ്റ്റ് വീട്ടിലേക്ക് വന്നത്, അല്ലേ? നമ്മൾ പള്ളിക്കൽക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങി ഒന്നൊക്കെ ഉണ്ടാക്കി നിൽക്കുമ്പോഴാണ് ഒരു അതിഥി വീട്ടിലേക്ക് വന്നത്. അപ്പോൾ നിസ്കാരവും പിന്തിച്ചിടൽ ഖദ് സുന്ന. അപ്പൊ പിന്നെ ഞാൻ നിസ്കരിക്കാൻ പോവാണ്, നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് ഓൻ ഇരുത്താൻ പാടില്ല എന്നാണ്. ഞാൻ നിസ്കരിക്കാൻ പോവാണ്, ജമാഅത്ത് കഴിഞ്ഞിട്ട് വരട്ടെ, നിങ്ങളിവിടെ ഇരിക്കുകയും എന്ന് പറഞ്ഞിട്ട് അതിഥിയെ എന്ത് ചെയ്യാൻ പാടില്ല, വിഷമിപ്പിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ ചിലപ്പോൾ നല്ല കാലത്ത് ചിന്തിച്ചു, എന്ത് എന്നാ ഓനും കൂട്ടിക്കൊണ്ടുപോവുക, നിസ്കാരത്തിന്റെ സമയമാണല്ലോ പള്ളിക്കൽക്ക് പോവുക, ഓന്റെ നിസ്കാരത്തിന്റെ കാര്യം നമ്മൾ നോക്കേണ്ട കാര്യമല്ല, അല്ലേ? ഓൻ ചിലപ്പോ യാത്രക്കാരുണ്ടാവും, ചിലപ്പോ ജമ്മാക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഓൻ നിസ്കരിക്കാൻ വേറെ ഉദ്ദേശിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ നിസ്കരിച്ചിട്ടുണ്ടാവും, എന്തും ആവാം. പക്ഷെ ഓന്റേതായ ചുറ്റുപാട് ഓന്റെ തിരക്കിലുമായിരിക്കും. അത് കഴിഞ്ഞാൽ ഓന്റെ റൂട്ട് ഉണ്ടാവും. അതുകൊണ്ട് ഓനെ നിസ്കരിക്കാൻ അപ്പൊ നീ നിർബന്ധിക്കണ്ട. നിന്റെ നിസ്കാരം അപ്പോൾ അതിഥിക്ക് വേണ്ടി പിന്തിച്ചാലും അത് സുന്നത്താണ്. നിസ്കാരവും പിന്തിച്ചിടൽ ഖദ് സുന്ന, അതിഥിക്ക് സൽക്കരിക്കേണ്ടി വന്നാലെന്നാ. അപ്പൊ അതിഥിക്ക് വേണ്ടി നമ്മൾ പെട്ടെന്ന് പള്ളികൾക്ക് പോകാതെ ഇനി സൽക്കരിക്കാൻ വീട്ടിലൊന്നുമില്ല, അപ്പൊ പാല് വാങ്ങാൻ പോയി, അല്ലെങ്കിൽ ചായക്ക് കടി വാങ്ങാൻ പോയി, അതൊന്നും അപ്പൊ വിഷയമല്ല. അപ്പോൾ അതിഥിയെ സൽക്കരിക്കലാണ് പ്രധാനം. പക്ഷെ എന്ത് പാടില്ല, സമയം ഖളാ ആകാതിരിക്കണമെന്ന് വിധിയുള്ളതും ഓർക്കേണ്ടതാണ് അന്ന്. ഖളാ പാടില്ല. നിസ്കാരം ഖളാ ആവാൻ സമയത്താണെങ്കിൽ അപ്പോൾ പിന്നെ നിസ്കരിക്കണം. അല്ല, നിസ്കാരത്തിന്റെ തുടക്ക സമയത്തിലാണ്, ആ സമയത്തൊക്കെ ആണെങ്കിൽ നിസ്കാരത്തെ പിന്തിക്കുകയും അതിഥി സൽക്കാരത്തിന് പ്രാധാന്യം കൊടുക്കുകയും വേണം. ഖളാ ആകാൻ പോകുന്ന സമയമാണെങ്കിൽ നിസ്കാരത്തിന് പ്രാധാന്യം കൊടുക്കണം. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് അതിഥിയെ സൽക്കരിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വിഭവങ്ങൾ എന്തുണ്ടോ അതെല്ലാം തന്നെ തുടക്കത്തിലെ വെളിവാക്കണേ നീ പൊന്നേ. അല്ലേ? നമ്മള് പിന്നെ എന്തൊക്കെ വിഭവങ്ങളുണ്ടോ അതൊക്കെ ആദ്യം തന്നെ എന്ത് ചെയ്യണം, അതിഥിക്ക് വെളിവാക്കണം. ഒന്നുകിൽ വിളമ്പി വെക്കണം, അല്ലെങ്കിൽ ഇന്ന ഉണ്ട് എന്നൊക്കെ എന്ത് ചെയ്യണം, പറയണം. ഈ വലിയ വലിയ സ്റ്റാർ ഹോട്ടലിലൊക്കെ കയറിയാൽ അവിടെ അങ്ങനെ പറയും, ഇത് പിന്നെ പാർട്ടിയാളിനെ ഒരു വിഭവം കൊണ്ട് ഇത് സ്റ്റാർട്ടറാണ്, ഇത് തുടങ്ങാനുള്ളത്. പിന്നെ അടുത്ത ഫസ്റ്റ് കോഴ്സ്, ഇത് ഫസ്റ്റ് കോഴ്സാണ്, പിന്നെ മെയിൻ കോഴ്സ് വേറെ വരാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ രീതികളുണ്ട്. അപ്പൊ ഈ സ്റ്റാർ ഹോട്ടലിലൊക്കെ കയറി പരിചയമുള്ള ആളുകൾക്ക് അതറിയാം. ഒരു സ്റ്റാർ ഹോട്ടലിലാണ് ഒരു സൽക്കാരുള്ളത്. അപ്പോൾ സ്റ്റാർ ഹോട്ടലിൽ കയറിയാൽ അവിടെ ആദ്യം പിന്നെ ഒരു സ്റ്റാർട്ടർ, പിന്നെ ഒരു സൂപ്പ്, പിന്നെ ഫസ്റ്റ് കോഴ്സ്, പിന്നെ സെക്കൻഡ് കോഴ്സ്, പിന്നെ മെയിൻ കോഴ്സ്. അപ്പൊ ഇതൊക്കെ വരാനുണ്ടെന്ന് അറിയാം. അപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മൾ സൽക്കാരം നടത്തുമ്പോൾ എന്തൊക്കെ ഉണ്ട് അത് അതിഥിയെ ബോധ്യപ്പെടുത്തണം, അല്ലേ? കുത്തുബിയത്തിനൊക്കെ പോയാലുണ്ടാവും ആദ്യം ഒരു ഇറച്ചിയും പത്തിരിയും കിട്ടും, പിന്നെ പിന്നെ ചോറും ഒരു കുമ്പളങ്ങക്കറി, ഒരു പയറുപ്പേരി ഒക്കെ പാടെ പിന്നെ ഉണ്ടാവും. പഴയ കാലത്ത്, ഇപ്പൊ പിന്നെ മാറ്റങ്ങളൊക്കെ ഉണ്ട്.
അപ്പോൾ അറിയുന്ന ഒരു രീതി ഇങ്ങനെയാണ് രീതി എന്ന്. ഇപ്പൊ നമുക്ക് നോമ്പ് തുറക്കാൻ സാധാരണ നോമ്പ് തുറക്കുമ്പോൾ ആദ്യം ഒരു വിഭവങ്ങൾ ഉണ്ടാവും, പിന്നെ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മെയിനായിട്ട് പിന്നെ ഉണ്ടാവുന്ന എല്ലാവർക്കും അറിയുമെങ്കിൽ അറിയിച്ചു കൊടുക്കണ്ട. അല്ലാതെ നമ്മുടെ വീട്ടിൽ സൽക്കാരം നടത്തുമ്പോൾ എന്തൊക്കെ വിഭവങ്ങളുണ്ട് നമ്മൾ ആദ്യം കുറച്ച് കൊണ്ടുവച്ചു, പിന്നെ അപ്പൊ ഈ അതിഥി വിചാരിച്ചു എന്ത് ഇതന്നെ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചു മൂപ്പര് നല്ലോണം തിന്നു. ആദ്യം കൊണ്ടുപോയി കൊടുത്തത് നല്ലോണം തിന്നു. ഇറച്ചിയും പത്തിരി ആദ്യം കൊടുത്തത് അത് നല്ലോണം തിന്നു. പിന്നെയാണ് ഒക്കെ കഴിഞ്ഞിട്ടാ പറഞ്ഞത് ഇനി ആട് ബിരിയാണി ഇട്ടോ മറക്കണ്ട. അപ്പൊ പറഞ്ഞത് കാര്യമല്ല. സത്യത്തിൽ ഈ അതിഥിക്ക് ആഗ്രഹം ഉണ്ടായ ആട് ബിരിയാണിയാണ്. ഇറച്ചിയും പത്തിനോട് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷെ ഉള്ളത് കിട്ടിയതാണ് തിന്നുന്നുള്ളൂ. പിന്നെ പറഞ്ഞ ആട് ബിരിയാണി ഉണ്ട്. അപ്പൊ പിന്നെ സങ്കടമായി, പഠിച്ചവൻ എന്നത് ആദ്യം കിട്ടിയിരുന്നെങ്കിൽ അത് ആദ്യം തിന്നായിരുന്നു ഇഷ്ടമുള്ളത്. അപ്പൊ അതാ പറയുന്നത്. അല്ലാതെ വന്നാൽ വയറ് നിറയും, പിന്നെ വരുന്നുണ്ട് വളരെ വിശേഷമുള്ളത് പൊന്നേ. അപ്പൊ വയറ് നിറഞ്ഞതിന് ശേഷം പിന്നെ വിശേഷമുള്ളതൊക്കെ പിന്നെ വരാണ്ട് എന്ന് പറയരുത്. അപ്പൊ വിളമ്പാനുള്ളതൊക്കെ ആദ്യം തന്നെ വിളമ്പ, അല്ലെങ്കിൽ അവരെ ഇന്നതൊക്കെ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുക. ഇത് അതിഥികളോടുള്ള മര്യാദയിൽപ്പെട്ടതാണ് എന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു. അതിഥികൾക്കൊപ്പം നമ്മൾ ഭക്ഷണം കഴിക്കാനിരുന്നാൽ, അതിഥികൾക്കൊപ്പം വീട്ടുകാർ ഭക്ഷണം കഴിക്കാനിരുന്നാൽ അതിഥികൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് നമ്മൾ എഴുന്നേൽക്കാൻ പാടില്ല. അതിഥികൾക്കൊപ്പം നമ്മൾ ഭക്ഷണം കഴിക്കാനിരുന്നു, അതിഥികൾക്ക് ഖിദ്മത്ത് ചെയ്യാൻ അവർക്ക് ഇട്ടുകൊടുക്കാനും അവരെ ശ്രദ്ധിക്കാനും നോക്കാനും. പിന്നെ ഒപ്പം ഇരിക്കുക എന്നുള്ളതും ഒരു മര്യാദയാണ്. ഒപ്പം ഇരിക്കാതെ അവർക്ക് ഖിദ്മത്ത് ചെയ്യലും ഒരു മര്യാദയാണ്. ഇനി ഒപ്പം ഇരുന്നു കൊണ്ട് ഖിദ്മത്ത് ചെയ്യലും മര്യാദയാണ്. പക്ഷെ എഴുന്നേൽക്കുമ്പോൾ വീട്ടുകാരൻ ആദ്യം എഴുന്നേൽക്കരുത്, അവസാനം എല്ലാവരും എഴുന്നേറ്റതിന് ശേഷമേ വീട്ടുകാരൻ എഴുന്നേൽക്കാവൂ. അതൊക്കെ ഒരു അദബാണ്, ഒരു മര്യാദയാണ്. കാരണം ആദ്യം തന്നെ വീട്ടുകാരെ എഴുന്നേറ്റാൽ ചിലപ്പോൾ അതിഥിക്ക് തോന്നും പഠിച്ചോനെ ഇപ്പൊ എന്താ വേഗം ചാടി എഴുന്നേറ്റ്, ഭക്ഷണം കുറവായിരിക്കോ, അല്ലെങ്കിൽ നമ്മൾ വേഗം എഴുന്നേൽക്കാൻ വേണ്ടിയായിരിക്കോ എന്നൊക്കെ അതിഥിക്ക് തോന്നാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നല്ലൊരു നിയ്യത്തുണ്ടായിക്കഴിഞ്ഞാൽ അതിന് തന്നെ വലിയ പ്രതിഫലമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിയ്യത്തുണ്ടായാൽ നിയ്യത്തുൽ മുഅ്മിനി ഖൈറും മിൻ അമലി, ഒരു മുഅ്മിനിന്റെ നിയ്യത്ത് അത് തന്നെ അവന്റെ അമലിനേക്കാൾ ഏറ്റവും ഖൈറാണ് എന്ന് സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബനൂ ഇസ്രായേലികളിൽ ഒരു കഥ പറഞ്ഞു മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മർറ ആബിദും മിൻ ബനി ഇസ്രായേൽ, ബനൂ ഇസ്രായേലികളിൽപ്പെട്ട ഒരു ആബിദായ ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകാൻ. അലാ കസീബിൻ മിൻ റംല്, അപ്പോൾ ഒരു മണൽക്കൂന കണ്ടു, ഒരു മണലിന്റെ കൂമ്പാരം കണ്ടു. അന്നാണെങ്കിലോ വഖദ് അസാബത്ത് ബനി ഇസ്രായേല ജൂഉൻ ശദീദ്, വളരെ അതിശക്തമായ വിശപ്പും പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ ഉള്ള കാലാണ്. ആ കാലം വല്ലാത്ത പട്ടിണിയും ദാരിദ്ര്യം ബുദ്ധിമുട്ടും പൈസ ഇല്ലാത്ത കാലാണ്, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കാലാണ്. അപ്പൊ ഈ സമയത്ത് ഇങ്ങനെ ഈ ആബിദ് ഇങ്ങനെ പോകുമ്പോ ഈ മണൽക്കൂന കണ്ടപ്പോ മൂപ്പരിങ്ങനെ മനസ്സിൽ വിചാരിച്ചു, മനസ്സിൽ വിചാരിച്ചു അന്ന ഹാദാ ലൗ കാന ദഖീഖൻ, ഈ വലിയ മണലിന്റെ കൂമ്പാരം മുഴുവൻ ഗോതമ്പ് മാവായിരുന്നെങ്കിൽ, ഇതൊക്കെ ഗോതമ്പ് മാവായിരുന്നുവെങ്കിൽ ലഅശ്ബഉ ബിഹി ബനി ഇസ്രായേൽ, ഞാൻ ഈ ഗോതമ്പ് മാവ് കൊണ്ട് ഈ പാവപ്പെട്ട പട്ടിണിക്കാരുടെ മുഴുവൻ പട്ടിണി മാറ്റുമായിരുന്നു. ഇതുകൊണ്ടൊക്കെ റൊട്ടുണ്ടാക്കിയിട്ട് പാവപ്പെട്ടവർക്ക് കൊടുത്തിട്ട് സൗജന്യമായി കൊടുത്ത് അവരുടെയൊക്കെ വിശപ്പടക്കിയിരുന്നു എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചു. പൈസ അല്ല, എവിടെയും പട്ടിണി ദാരിദ്ര്യം, വെറുതെ മനസ്സിൽ കൊണ്ട് ആഗ്രഹം തോന്നിയതാണ്. മനസ്സിൽ വല്ലാത്ത ആഗ്രഹം. ഇതൊക്കെ കൂടെ ഈ വലിയ മണൽക്കൂലം മുഴുവൻ ഗോതമ്പ് മാവായിരുന്നെങ്കിൽ അത് കൊണ്ടുപോയി റൊട്ടി ഉണ്ടാക്കിയിട്ട് എല്ലാ പാവങ്ങൾക്കും കൊടുക്കായിരുന്നു എന്ന് മനസ്സിൽ വിചാരിച്ചു. ആ കാലഘട്ടത്തിൽ ആ നാട്ടിലെ നബിക്ക് പടച്ച റബ്ബ് വഹി അറിയിച്ചു കൊടുത്തു, ആ ആബിദായ മനുഷ്യനെ വിളിക്കണം. എന്നിട്ട് ആബിദായ മനുഷ്യനോട് പറഞ്ഞു കൊടുക്കണം, അൻകുല്ലിൽ ഫുലാൻ അന്നല്ലാഹു സുബ്ഹാനഹു വ തആല ഖദ് ഔജബ ലക മിനൽ അജ്രി മാ ലൗ കാന ദഖീഖൻ വഅശ്ബഅത ബിഹിൻ നാസ്.
ആ ഗോതമ്പ്, ആ മണൽക്കൂന മുഴുവനും ഗോതമ്പായി, അതുകൊണ്ട് മുഴുവൻ റൊട്ടിണ്ടാക്കി ജനങ്ങൾക്ക് കൊടുത്ത് അവരുടെ പട്ടിണി മാറ്റിയാൽ ഉണ്ടാകുന്ന കൂലി, പ്രതിഫലം അള്ളാഹു നിന്റെ കിതാബിൽ പടച്ച റബ്ബ് നിനക്ക് ഔജബലക, നിനക്ക് നിർബന്ധമാക്കി നിന്റെ കിതാബിൽ രേഖപ്പെടുത്തി എന്ന സന്തോഷ വാർത്ത അയാളെ അറിയിക്കണം എന്ന് ആ കാലഘട്ടത്തിലെ നബിക്ക് പടച്ച റബ്ബ് വഹി നൽകി എന്ന് മഹാനായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെയൊക്കെ നീയത്ത് നന്നാക്കി തരട്ടെ. അല്ലെ, നല്ല ആഗ്രഹം ഉണ്ടാവുക, അതിഥികളൊക്കെ സൽക്കരിക്കാനുള്ള ഏറ്റവും നല്ല ആഗ്രഹം നമ്മുടെ കൽബിൽ ഉണ്ടാവുക, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമലാണ്. രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പാവപ്പെട്ടവരെ സഹായിക്കുക, അല്ലേ, സൽസ്വഭാവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളമാണ്. നമുക്ക് മുൻകടക്കാനും മറ്റുള്ളവരെ പ്രതിഫലങ്ങളിൽ അതിജയിക്കാനും മീസാനിൽ കനം വർദ്ധിപ്പിക്കാനും നമ്മുടെ കിതാബിൽ രേഖപ്പെടുത്താനും ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ് പാവപ്പെട്ടവരുടെ പട്ടിണി അകറ്റാൻ, പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള ഇത്തരത്തിലുള്ള മാർഗങ്ങൾ. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ വളരെ ഗൗരവത്തോടുകൂടെ പറഞ്ഞു, ആളുകളെ ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത്, പ്രത്യേകിച്ച് അർഹതയില്ലാത്ത ആളുകൾ ചോദിക്കരുത്. പട്ടിണിയായി, അടങ്ങറായി, വളരെ ബുദ്ധിമുട്ടിലാണ്, ആളുകൾ അറിയിക്കല്ലാതെ നിവൃത്തിയില്ല, അപ്പോൾ അറിയിക്കേണ്ടി വരും. അല്ല, അർഹതയില്ലാതെ ചോദിക്കാനും യാചിക്കാനും ഒരു അർഹതയില്ലാതെ ചോദിച്ചിട്ട് ആളുകളെ ബുദ്ധിമുട്ടിക്കരുത്. അത് വലിയ തെറ്റായിട്ടാണ് മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ ഹദീസിൽ പറഞ്ഞു, മൽഊനുൻ മൻ സഅല ബിവജ്ഹില്ലാ, അർഹതല്ലാതെ പ്രത്യേകിച്ച് അള്ളാനെ മുൻനിർത്തി തരണട്ടോ എന്ന് പറയാം. ഇത് വജയില്ല, അള്ളാന്റെ വജു കൊണ്ട് ചോദിക്കുക. അവൻ മൽഊനാണ്, അവൻ ശപിക്കപ്പെട്ടവനാണ് എന്നാണ് മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഗൗരവമുള്ള കാര്യമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. ഒരർഹതയില്ലാതെ വെറുതെ തെണ്ടി യാചിച്ച് ആളുകളുടെ ഇരന്ന് അങ്ങനെ ജീവിക്കുന്ന ആളുകൾ, അവരുടെ മുഖത്ത് മാംസമില്ലാതെയാണ് നാളെ പരലോകത്ത് കടന്നു വരിക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവത്തോടുകൂടെ പറഞ്ഞു. അതുകൊണ്ട് ചോദിക്കുന്ന ആളുകളോട് പ്രത്യേകം റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ അള്ളാനെ വിചാരിച്ച് തരണട്ടോ എന്ന് പറയരുത്. ഇത് വജഹില്ല, അള്ളാന്റെ വജു കൊണ്ട് ചോദിക്കുകയാണെങ്കിൽ തന്നെ. കാരണം എന്താ, ചിലപ്പോൾ ചോദിക്കപ്പെട്ട ആൾക്ക് അങ്ങനെ തരാൻ കഴിഞ്ഞില്ലെങ്കിലോ. അപ്പൊ അള്ളാനെ മുൻനിർത്തിയിട്ട് തരണം എന്ന് പറഞ്ഞപ്പോൾ, അള്ളാനെ വിചാരിച്ച് തരണം എന്ന് പറഞ്ഞപ്പോൾ അവനക്ക് തരാൻ കഴിഞ്ഞില്ല. അപ്പോൾ സത്യത്തിൽ അവന് അള്ളാഹുവിനെ ഒഴിവാക്കിയതുപോലെയാകും. അതുകൊണ്ട് അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്ന് മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ചോദിക്കുന്നതിനെ, യാചിക്കുന്നതിനെ വളരെ നിരുത്സാഹപ്പെടുത്തിയ മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. അത് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിന്റെ ഗൗരവം പറഞ്ഞിട്ട് ഇങ്ങനെ അള്ളാനെ മുൻനിർത്തി തരണം എന്ന് പറഞ്ഞാൽ, ആ ഗൗരവം പറഞ്ഞിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഇനി അഥവാ ഒരാൾ അള്ളാനെ മുൻനിർത്തി തരണം എന്ന് പറഞ്ഞാൽ കൊടുക്കാതിരിക്കുകയും ചെയ്യരുത്. അപ്പോഴും കുടുങ്ങി, അല്ലേ? ഒരാൾ വന്നിട്ട് അള്ളാനെ വിചാരിച്ചിട്ട് എന്തെങ്കിലും തരണട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പൊ എങ്ങനെങ്കിലും കൊടുക്കാൻ ശ്രമിക്കണം എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. കാരണം അള്ളാനെ മുൻനിർത്തി ചോദിച്ചാൽ പിന്നെ എങ്ങനെ കൊടുക്കാതിരിക്കുക? അങ്ങനെയാണ് മുഅ്മിനിന്റെ ചിന്ത, അങ്ങനെയാ ഉണ്ടാവേണ്ടത്. അതുകൊണ്ടാണ് അള്ളാനെ മുൻനിർത്തി ചോദിക്കരുതെന്ന് പറഞ്ഞത്. കാരണം അള്ളാനെ മുൻനിർത്തിയിട്ട് ചോദിച്ചിട്ട് എങ്ങനെ കൊടുക്കാതിരിക്കുക എന്ന് ഇവന്റെ മനസ്സ് തോന്നിയാൽ അപ്പോഴും അടങ്ങറായില്ലേ? അപ്പൊ അതിന് ചോദിക്കുന്നവരും ശ്രദ്ധിക്കണം, കൊടുക്കുന്നവരും ശ്രദ്ധിക്കണം. ഈ രണ്ട് കാര്യവും ചേർത്തി പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഖദർ അലൈഹിസ്സലാമിന്റെ ഒരു ചരിത്രം പറഞ്ഞു കൊടുത്തു. ഖദർ അലൈഹിസ്സലാമിന്റെ ചരിത്രം പറഞ്ഞു കൊടുത്തു. എന്താ ചരിത്രം? ബഹുമാനപ്പെട്ട സയ്യിദുനാ ഖദർ അലൈഹിസ്സലാം ഒരു വഴിക്ക് പോകുമ്പോൾ വളരെ പാവപ്പെട്ട ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ചോദിച്ചു, എന്തെങ്കിലും തരണം. അപ്പോൾ ബഹുമാനപ്പെട്ട ഖദർ അലൈഹിസ്സലാം പറഞ്ഞു, എന്റെ കയ്യിൽ ഒന്നുമില്ല തരാൻ. നിനക്ക് തരണമെങ്കിൽ എന്തെങ്കിലും വേണ്ടേ? മഹാനവറുകളെ, ഞാനൊരു അടിമയാണ്, ഞാൻ വളരെ പാവപ്പെട്ടവനാണ്, പട്ടിണിക്കാരനാണ്, ഒന്നുമില്ലാത്തതുകൊണ്ടാണ് ചോദിക്കണത്, എന്തെങ്കിലും തരണം. രണ്ടാമത് പിന്നെയും ചോദിച്ചു. അപ്പോഴും പറഞ്ഞു, ഇല്ല സഹോദര, തരാൻ എന്റെ കയ്യിൽ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ്. മൂന്നാമത് ചോദിച്ചു, അസ്അലുക ബിവജ്ഹില്ലാ,
നിങ്ങളുടെ മുഖത്ത് ഞാനൊരു നല്ല ലക്ഷണം കാണുന്നുണ്ട്. ഇത് ഖദർ അലൈഹിസ്സലാമാണ്, ഖദർ നബിയാണെന്ന് അറിഞ്ഞിട്ടല്ല ഇയാൾ ചോദിക്കുന്നത്. പറഞ്ഞു, നിങ്ങളെ മുഖത്ത് നോക്കി നിങ്ങൾ കൊടുക്കുന്ന ആളാണ്. ഇവൻ പറഞ്ഞു, നിങ്ങളുടെ മുഖത്ത് നോക്കിയാൽ നിങ്ങളുടെ ഔദാര്യത്തിന്റെ ഏറ്റവും ഗുണകരമായ സ്വഭാവം നിങ്ങളുടെ മുഖത്ത് ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് മഹാനവറുകളെ എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞു. നിങ്ങളിൽ നിന്നുള്ള ബറക്കത്ത് റജൗത്തുൽ ബറക്കത്ത് എന്തൊക്കെ, നിങ്ങളിൽ നിന്ന് ബറക്കത്ത് ഞാൻ ആഗ്രഹിക്കാണ്, പ്രതീക്ഷിക്കാണ്, എന്തെങ്കിലും തരണം. അപ്പൊ പിന്നെ ഇനിയിപ്പോ എന്താ വഴി? ഒന്നും തരാനില്ല പൊന്നു സഹോദര, ഒന്നും തരാനില്ല. ബഹുമാനപ്പെട്ട ഖദർ അലൈഹിസ്സലാം പറഞ്ഞു, ഇനി എന്റെ ഈ തടി ഇത് മാത്രമേ എനിക്കുള്ളൂ. അപ്പൊ നീ ഒരു പണിയെ, എന്നെ അങ്ങാടിയിലേക്ക് കൊണ്ടുപോവുക, അടിമച്ചന്തയിലേക്ക് എന്നെ കൊണ്ടുപോവുക, എന്നിട്ട് നിന്നെ വിൽക്കുക, എന്നിട്ട് ആ വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് പോയിക്കോ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഖദർ അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാഹ് അത്രയൊക്കെ വേണമെന്ന്. അല്ല, അത്രയൊക്കെ, അത് കുറച്ച് കടന്ന കൈയല്ലേ മഹാനവറുകളെ? ഞാൻ അങ്ങയെ കൊണ്ടുപോയിട്ട് അടിമച്ചന്തയിൽ വിൽക്കുന്നിട്ട് ആ പൈസ കൊണ്ടുപോകുന്ന അത് കടന്ന കൈയല്ല, അത് വേണ്ടാന്ന്. അപ്പൊ ബഹുമാനപ്പെട്ട ഖദർ അലൈഹിസ്സലാം പറഞ്ഞു, അത് പറ്റൂല. കാരണം നീ എന്നോട് ആദ്യം ചോദിച്ചതൊക്കെ ഒരു വെറും ചോദ്യമാണ്. പക്ഷെ ഇപ്പൊ നീ എന്നോട് ചോദിച്ചത് അസ്അലുക ബി വജ്ഹില്ല, അള്ളാന്റെ വജ്ഹ് കൊണ്ട്, അള്ളാനെ മുൻനിർത്തിയിട്ട് തരണം. നിങ്ങൾ കൊടുക്കുന്ന ആളാണ്, നിങ്ങളുടെ മുഖത്തുണ്ട്, ഇനി എനിക്ക് തട്ടാൻ കഴിയില്ല. അതുകൊണ്ട് എന്നെ അങ്ങാടിയിൽ അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിറ്റേ മതിയാവൂ, വിറ്റിട്ട് ആ പണം കൊണ്ട് നീ പോണം എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഖദർ അലൈഹിസ്സലാമിന്റെ കൈയും പിടിച്ചുകൊണ്ട് അടിമച്ചന്തയിലേക്ക് പോയി. അവിടെ കൊണ്ടുപോയി വിറ്റു. 400 ദിർഹം കിട്ടി. 400 ദിർഹം കിട്ടിയപ്പോൾ ബഹുമാനപ്പെട്ട ഖദർ അലൈഹിസ്സലാം പോയിക്കോളാൻ പറഞ്ഞു. വളരെ സന്തോഷത്തിൽ ഈ പാവപ്പെട്ട മിസ്കീൻ ആ 400 ദിർഹം കൊണ്ടുപോയി. ബഹുമാനപ്പെട്ട ഖദർ അലൈഹിസ്സലാമിനെ അടിമച്ചന്തയിൽ നിന്ന് വാങ്ങിയ ആൾ, അടിമച്ചന്തയിൽ നിന്ന് ഖദർ അലൈഹിസ്സലാമിനെ വാങ്ങിക്കൊണ്ടുപോയ ആൾ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഖദർ അലൈഹിസ്സലാമിന്റെ നല്ല മുഖലക്ഷണം, പ്രായമുണ്ട്, കാണുമ്പോൾ നല്ല പ്രായമുണ്ട്, നല്ല മുഖലക്ഷണമൊക്കെയുണ്ട്. വളരെ സന്തോഷമായി വീട്ടുകാരനെ. പക്ഷേ ഖദർ അലൈഹിസ്സലാമിനെ കൊണ്ട് കൂടുതൽ ജോലിയൊന്നും ചെയ്യിപ്പിക്കാറില്ല. അടിമയാണ്, വീട്ടിലെത്തിയ അടിമയാണ്. യജമാനൻ കാര്യമായ പണികളൊന്നും ഏൽപ്പിച്ചു കൊടുക്കാറില്ല. ഒരു ദിവസം ഖദർ അലൈഹിസ്സലാം ചോദിച്ചു, മഹാനവറുകളെ, എന്താ നിങ്ങൾ എന്നെ കൊണ്ടൊരു പണിയെടുപ്പിക്കാത്തത്? ഇവിടെ പണികളൊന്നും ഇല്ലാത്തത് കൊണ്ടാണോ, ജോലി ഇല്ലാത്തത് കൊണ്ടാണോ? പറഞ്ഞു, അല്ല, നിങ്ങളോടുള്ള കാരുണ്യം കൊണ്ട് അങ്ങനെ ചെയ്യാണ്. അപ്പൊ പറഞ്ഞ, നിങ്ങളുടെ അടിമയാണ്, എന്നെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കണം, അതെനിക്ക് യാതൊരു പ്രയാസവുമില്ല, ഒരു പ്രയാസമില്ല. അപ്പൊ പിന്നെ എന്നാ ശരി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കുറെ കല്ലുകൾ ഒരു ഭാഗത്ത് നിന്ന് ചുമന്നുകൊണ്ടുപോയി മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോയി ഇടാൻ കുറെ കല്ലുകൾ ഉണ്ടായിരുന്നു. ഈ കല്ലുകളൊക്കെ ഇവിടുന്ന് മാറ്റി ഇവിടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. എന്നും പറഞ്ഞുകൊണ്ട് യജമാനൻ രാവിലെ പോയി പണി ഏൽപ്പിച്ചു പോയി. സുബ്ഹാനല്ലാഹ്, ഒരല്പസമയം കഴിഞ്ഞ് വന്നപ്പോഴേക്കുണ്ട് ഈ കല്ലുകൾ മുഴുവനും മാറ്റിയിട്ടിരിക്കുന്നു. ഈ വീട്ടുകാരൻ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി. കാരണം വീട്ടുകാരന്റെ കണക്ക് പ്രകാരം ഒരു ദിവസം ഒരു 6 ആൾക്കുള്ള പണിയുണ്ട്. 6 ആളെങ്കിലും ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്താലേ ഈ കല്ലുകളൊക്കെ ചുമന്നു കൊണ്ടുപോയിട്ട് അവിടെ ഇടാൻ കഴിയുള്ളൂ. ഇത് ചുരുങ്ങിയ 1 മണിക്കൂറിൽ ചില്ലറ സമയം എടുത്തിട്ടുള്ളൂ. അതിനകം ഈ കല്ല് മുഴുവൻ ഈ ഒറ്റ മനുഷ്യൻ, കണ്ടാൽ വയസ്സായ ഈ മനുഷ്യൻ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോയി മാറ്റിയിട്ട്, ഇതെന്തൊരു അത്ഭുതം. അപ്പോൾ പിന്നെ ഇയാളുടെ മനസ്സിൽ, യജമാനന്റെ മനസ്സിൽ ചില ആശങ്കകളൊക്കെ ആയി. അങ്ങനെ പിന്നെ നിരീക്ഷിക്കാൻ തുടങ്ങി. പിന്നെ മറ്റൊരു ദിവസം ബഹുമാനപ്പെട്ട മഹാനായ ഖദർ അലൈഹിസ്സലാം അദ്ദേഹത്തോട് പറഞ്ഞു, ഈ വീട്ടുകാരൻ പറഞ്ഞു, ഞാനൊരു വഴിക്ക് പോവുകയാണ്, അതുകൊണ്ട് വീട്ടിൽ ആരുമില്ല, ഇവിടുത്തെ സ്വത്തും സംവിധാനങ്ങളൊക്കെ നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ചു പോകാൻ. പോകുമ്പോൾ ചോദിച്ചു, എന്തെങ്കിലും പണി ചെയ്യാണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് കുറച്ച് കുറച്ച് മൺകട്ടകൾ, ഇഷ്ടികകൾ പാകപ്പെടുത്താനുണ്ട്. നമുക്കിവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ബിൽഡിങ്ങിന്റെ പണി ഇവിടെ നടത്താനുണ്ട്. ഇന്ന ആവശ്യത്തിന് വേണ്ടി ഒരു കെട്ടിടം ഉണ്ടാക്കാനുണ്ട്. അതുകൊണ്ട് അതിനുവേണ്ടി അതിനുവേണ്ടി ഇഷ്ടിക പാകപ്പെടുത്തി മുറിച്ച് പാകപ്പെടുത്തി റെഡിയാക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ ആ പണി ഏൽപ്പിച്ചു കൊടുത്തു. പോയി. സുബ്ഹാനല്ലാഹ്, ഇയാള് തിരിച്ചു വന്നപ്പോഴേക്ക് കെട്ടിടത്തിന്റെ പണി തന്നെ പൂർത്തിയായിരിക്കുന്നു. കല്ല് ചെത്തൽ മാത്രമല്ല, നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ കല്ല് ചെത്താനേ ഏൽപ്പിച്ചിട്ടുള്ളൂ. തിരിച്ചു വന്നപ്പോഴേക്ക് ആ ഉദ്ദേശിച്ച കെട്ടിടത്തിന്റെ ബിൽഡിങ്ങിന്റെ പണി തന്നെ പൂർത്തിയായി.
ബഹുമാനപ്പെട്ട ഖദർ അലൈഹിസ്സലാമിനോട് വീട്ടുകാരൻ അവസാനം ചോദിച്ചു, അസ്അലുക ബിവജ്ഹില്ലാ അസ്അലുക ബിവജ്ഹില്ലാ മാ സബബുക വമാ അംറുക. അല്ലാഹുവിനെ മുൻനിർത്തിയിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കാണ്, നിങ്ങൾ ആരാണ്? നിങ്ങളുടെ കാര്യം എന്താണ്? നിങ്ങളുടെ രഹസ്യം എന്താണ്? നിങ്ങളുടെ ചരിത്രം എന്താണ്? നിങ്ങളുടെ കാരണങ്ങൾ എന്താണ്? ഇതിന്റെ കാരണങ്ങൾ എന്താ? ഞാൻ ചില അത്ഭുതങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് കണ്ടു. മാ സബബുക വമാ അംറുക അസ്അലുക ബിവജ്ഹില്ലാ. അല്ലാഹുവിനെ മുൻനിർത്തിയിട്ടാ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, പറയണം, എല്ലാ രഹസ്യം എന്നോട് പറയണം. അപ്പോൾ പറഞ്ഞു, ഇത് തന്നെ സഅൽതനീ ബിവജ്ഹില്ലാ, അല്ലാഹുവിന്റെ വജ്ഹ് മുൻനിർത്തിയിട്ട് അപ്പൊ നിങ്ങൾ എന്നോട് പറയാൻ പറഞ്ഞു അല്ലേ? സഅലുക ബിവജ്ഹില്ലാ, അല്ലാഹുവിനെ മുൻനിർത്തിയിട്ട് പറയണമെന്നാ പറഞ്ഞത്. സഅൽതനീ ബിവജ്ഹില്ലാ, അത് തന്നെയാണ്, ആ വജ്ഹുള്ള തന്നെയാണ്. വവജ്ഹുല്ലാഹി ഔഖാനി ഫി ഹാദിൽ ഉബൂദിയ്യ, എന്നെ അടിമയാക്കിയതും ആ വജ്ഹുള്ള തന്നെയാണ്. അല്ലാഹുവിനെ മുൻനിർത്തിയിട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് തട്ടാൻ കഴിയൂല. അല്ലാഹുവിനെ മുൻനിർത്തിയിട്ട് നിങ്ങൾ എന്നോട് രഹസ്യങ്ങളൊക്കെ പറയാൻ പറഞ്ഞു, എനിക്ക് പറയാതിരിക്കാനും വയ്യ. അപ്പൊ ഞാൻ പറയാണ്, ആ അല്ലാഹുവിനെ മുൻനിർത്തിയത് തന്നെ, ആ അല്ലാഹുവിന്റെ വജ്ഹുള്ള തന്നെയാണ് എന്നെ ഈ നിലയിലേക്ക് എത്തിച്ചത്. എന്നിട്ട് ചരിത്രം പറഞ്ഞു കൊടുത്തു, ഇങ്ങനെയൊക്കെ ഉണ്ടായത്. ഞാൻ ആരാണ്? അനൽ ഖദർ, ഞാൻ ഖദറാണ് അലൈഹിസ്സലാം. ഇത് കേട്ടപ്പോഴേക്ക് യജമാനൻ പേടിച്ചു, ബേജാറായി, മാപ്പപേക്ഷിച്ചു, പണിയെടുപ്പിച്ചതിന് പൊറുക്കാൻ ആവശ്യപ്പെട്ടു. മഹാനവറുകളെ, ഇത് പൊറുക്കേണ്ട കാര്യമല്ല, ഇത് എനിക്കല്ലാഹു ഏൽപ്പിച്ച, എനിക്കല്ലാഹു കണക്കാക്കിയ ജോലിയാണ്, അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട. ബഹുമാനപ്പെട്ട ഖദർ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഇതാ എന്റെ സ്വത്ത് മുഴുവനും വേണമെങ്കിൽ നിങ്ങൾ എടുത്തോളൂ, നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത്, എന്റെ സ്വത്ത് മുഴുവനും നിങ്ങൾ എടുത്തോളൂ, എന്നോട് പൊരുത്തപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട മഹാനായ ഖദർ അലൈഹിസ്സലാമിനോട് പറയുമ്പോൾ ഖദർ അലൈഹിസ്സലാം പറഞ്ഞു, എനിക്ക് സ്വത്ത് വേണ്ട, പണം വേണ്ട, നിങ്ങളോട് എനിക്ക് യാതൊരു വിഷമവുമില്ല, നിങ്ങൾ എന്റെ യജമാനനാണ്. അതുകൊണ്ട് ഇനി നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്നെ നിങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചാൽ എനിക്ക് ഇൻഷാ അല്ലാഹ് എന്റെ വഴിക്ക് പോകാം. അൽഹംദുലില്ലാഹ്, ഇത് കേൾക്കേണ്ട താമസം അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു. അൽഹംദുലില്ലാഹില്ലദീ ഔഖാനി ഫിൽ ഉബൂദിയ്യ, എന്നെ അടിമയാക്കിയ അല്ലാഹുവിന് സർവസ്തുതി. സുമ്മ നജ്ജാനി മിന്നാ, പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്ത അല്ലാഹുവിന് സർവസ്തുതി. അൽഹംദുലില്ലാഹ് എന്നും പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഖദർ അലൈഹിസ്സലാം പോവുകയും ചെയ്തു എന്ന കഥ പറഞ്ഞുകൊടുത്തു മഹാനായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അല്ലാഹുവിനെ മുൻനിർത്തിയിട്ട് ചോദിച്ച് അടങ്ങറാക്കരുത്. അങ്ങനെ ചോദിച്ചാൽ അത് ആ ചോദ്യത്തിന്റെ മുന്നിൽ കൊടുക്കുന്നയാളുകളും പിന്തിരിയാനും പാടില്ല. അതൊരു വല്ലാത്തൊരു പ്രതിസന്ധിയാണ്. അതുകൊണ്ട് പരമാവധി യാചന ചോദിക്കുക എന്നതിനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത സന്ദർഭത്തിലാണ് ഈ ചരിത്രവും ഈ കഥയും സഹാബത്തിനോട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേൾപ്പിച്ചത്. രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അമുസ്ലിങ്ങളായ ആളുകൾക്ക് പോലും വളരെ ധാരാളമായി സഹായിച്ചിരുന്നു. അമുസ്ലിങ്ങളായ ആളുകൾ ഒരു വയസ്സനായ ഒരു ദിമ്മിയായ ഒരാൾ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ കണ്ടു. അന്നഹു റആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു റജുലൻ മിൻ അഹ്ലി ദിമ്മ. വയസ്സായ ഒരാൾ, അങ്ങേയറ്റം വയസ്സായ ഒരാൾ എല്ലാ വീട്ടിലും കയറിയിറങ്ങി യാചിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അയാളെ വിളിച്ചു. എന്നിട്ട് വലിയൊരു സംഖ്യ ഏൽപ്പിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, സഹോദരാ, നിങ്ങൾ യാചിക്കരുത്, നിങ്ങളോട് എനിക്ക് കടപ്പാടുണ്ട്, ഉത്തരവാദിത്തമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അമുസ്ലിമായ മനുഷ്യന് പോലും വലിയ സഹായം ചെയ്തു കൊടുത്തു ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു.
അപ്പോൾ ചോദിച്ചു വരുന്ന അർഹരായ പാവപ്പെട്ട കഷ്ടപ്പെടുന്ന ആളുകൾ അവരെ സഹായിക്കാൻ മുസ്ലിങ്ങളാണെങ്കിലും അല്ലെങ്കിലും നമുക്ക് ബാധ്യതയുണ്ട് എന്നാണ് മഹാന്മാര് പഠിപ്പിക്കുന്നത്. അതിനൊക്കെ വലിയ പ്രതിഫലം ഇൻഷാ അല്ലാഹ് നാളെ പരലോകത്ത് നമുക്ക് ലഭിക്കും. രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെയൊക്കെ സ്വഭാവങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നാക്കി തരട്ടെ. വിഷയം വളരെ വിശാലമാണ്. അങ്ങനെ നമ്മൾ ചെയ്യേണ്ട നന്മകൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അതൊക്കെ അങ്ങനെ പറഞ്ഞാൽ ഒരുപാട് നീണ്ടുപോകുന്ന വിഷയമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മറ്റുള്ളവരോട് സ്നേഹവും മറ്റുള്ളവരോടുള്ള ഉദാരമായ മനസ്സും, അത് സഹായത്തിലും ഭക്ഷണം കൊടുക്കുന്നതിലും പണം കൊടുക്കുന്നതിലും മാത്രമല്ല, പെരുമാറ്റത്തിൽ, പ്രവർത്തനങ്ങളിൽ, ഏതേത് കാര്യങ്ങളിൽ എല്ലാവരോടും സ്നേഹത്തോടുകൂടെ അങ്ങനെ നല്ല സാമൂഹ്യമായ മനസ്ഥിതിയോടുകൂടെ പെരുമാറാനും ജീവിക്കാനും രാജാതിരാജനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ദിക്ർ, നമ്മുടെ ഇസ്തിഗ്ഫാർ, ബുർദ, അതൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകണം. രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.